ദ മാജിക് നോവലിലേക്ക് സ്വാഗതം. കമല ഗോവിന്ദൻ്റെ സഹനം പാർട്ട് 1. മുറ്റത്ത് നിന്ന് പൊട്ടിച്ചെടുത്ത ചെമ്പരത്തി പൂവും തുളസിക്കതിരും പൂജാമുറിയിലെ ദൈവങ്ങൾക്ക് മുൻപിൽ വെച്ച് വിനു തൊഴുതു. ഉണർന്നാലുടനെ കുളിച്ച് പൂജാമുറിയിൽ വിളക്ക് തെളിയിക്കുന്നതാണ് അവളുടെ ശീലം. തൊഴുത് മിഴികൾ തുറന്ന് കുങ്കുമച്ചെപ്പിൽ നിന്ന് ലേശം കുങ്കുമം വിരൽ തൊട്ട് നെറ്റിയിൽ ചാർത്തി സീമന്തരേഖയിലും വീണ്ടും തൊഴുതിറങ്ങി തിരിയുമ്പോൾ മുൻപിൽ അരുന്ധതി നിൽക്കുന്നു. മരുമകളുടെ ആ വിടർന്ന മുഖം പൂജാമുറിയിൽ വെച്ചാണ് എന്നും അരുന്ധതി കണി കാണുക. സൗന്ദര്യവും ഐശ്വര്യവും നിറഞ്ഞ മുഖം. സംതൃപ്തിയാർന്ന പുഞ്ചിരിയോടെ അരുന്ധതി ചോദിച്ചു, വിഷ്ണു എണീറ്റോ മോളെ? ഉവ്, പത്രം വായിക്കാനുണ്ടാവും. യുദ്ധവാർത്ത പാതിരാത്രിയിൽ ടി വിയിൽ ലാസ്റ്റ് വാർത്തയും കേട്ടിട്ടേ കിടന്നുള്ളൂ. വിഷ്ണുവിന് സമാധാനം ഉണ്ടാവുമോ? ആളിവിടായി പോയില്ലേ? അതുകൊണ്ട് എണീറ്റ പാടെ പത്രം അരിച്ചു വെറുക്കുകയാണ്. അത്രയും പറഞ്ഞ് പുഞ്ചിരിയോടെ വിനു വാതിൽ കടന്നു. ആർമിയിൽ മെഡിക്കൽ ഓഫീസറാണ് വിഷ്ണു. അവധിക്കെത്തിയതാണ്. വന്നിട്ടിപ്പോൾ 40 ദിവസമായി. അവൻ പോന്നതിന് ശേഷമാണ് അതിർത്തിയിൽ നുഴഞ്ഞുകയറ്റക്കാരുടെ പ്രശ്നമുണ്ടായത്. അതുകൊണ്ടുള്ള ഉത്കണ്ഠയാണ് അവന്. കിച്ചണിലേക്ക് നടക്കുന്ന വിനുവിനെ ശ്രദ്ധിച്ചു. പാവം കുട്ടി. 3 വർഷമായി വിവാഹം കഴിഞ്ഞിട്ട്. വർഷത്തിലൊരിക്കൽ 2 മാസത്തെ അവധിക്ക് വിഷ്ണു ഓടി വരും. 2 മാസമെന്ന് പറയുന്നത് പറന്നാണ് പോവുക. വീണ്ടും കാത്തിരിപ്പ് തന്നെ. വേഴാമ്പലിനെ പോലെ വിവാഹം കഴിഞ്ഞിട്ട് ഇത് 3ാമത്തെ തവണയാണ് വിഷ്ണു വന്നിരിക്കുന്നത്. ഇത്തവണ സന്തോഷവായനായാണ് അവൻ എത്തിയത്. ഫീൽഡ് ഏരിയയിൽ നിന്ന് വിഷ്ണുവിൻ്റെ റെജിമെൻറ്റ് അപ്പാടെ പീസ് ഏരിയയിലേക്ക് പോരുകയാണ്. അവിടെ ആകുമ്പോൾ ക്വാർട്ടേഴ്സും ഉണ്ടാകും. വിഷ്ണു തിരിച്ചു പോകുമ്പോൾ ഇത്തവണ വിനുവിനെ കൊണ്ടുപോകും. ഒപ്പം തന്നെ പൂജാമുറിയിൽ തൊഴുതു നിൽക്കുമ്പോൾ അരുന്ധതി ഈശ്വരന് നന്ദി പറഞ്ഞു. മകനാണ് തനിക്കെല്ലാം. തൻ്റെ സ്വപ്നങ്ങളും പ്രതീക്ഷകളും ലക്ഷ്യങ്ങളും എല്ലാം. തൻ്റെ 26ാം വയസ്സിൽ ഭർത്താവ് മരിച്ചു. അദ്ദേഹം മരിക്കുമ്പോൾ വിഷ്ണുവിന് 1 വയസ്സേ ഉണ്ടായിരുന്നുള്ളൂ. ഉദ്യോഗത്തിന് പോയതും പിന്നെ ജീവിച്ചതും അവനു വേണ്ടിയാണ്. അവൻ്റെ സുഖത്തിനും ഉയർച്ചയ്ക്കും ഐശ്വര്യത്തിനും വേണ്ടി മാത്രമാണ്. ഡോക്ടർ ആകണമെന്നത് ചെറുപ്പം മുതലേ തന്നെ അവൻ്റെ ആഗ്രഹമായിരുന്നു. ഇവിടെ മെഡിക്കൽ കോളേജിൽ ചേർക്കാൻ താൻ ആവുന്നത്ര ശ്രമിച്ചു. അക്കാര്യത്തിൽ മാത്രം വിഷ്ണു തൻ്റെ പ്രതീക്ഷ ചിന്തിച്ച് ആർമിയിൽ ചേർന്നു. ആംഡ് ഫോഴ്സ് മെഡിക്കൽ കോളേജിൽ. അവിടെയാണവൻ മെഡിക്കൽ കോഴ്സ് പൂർത്തിയാക്കിയത്. അഭിമാനിക്കാവുന്ന കാര്യം തന്നെ. പക്ഷേ തനിക്കുള്ള സങ്കടം അവനെ പിരിഞ്ഞിരിക്കേണ്ടതായി വരുന്നു എന്നതാണ്. ഏറെ വർഷം കഴിഞ്ഞ് അവൻ വിനുവിനെ തനിക്ക് കൂട്ടുതന്നു. അവനെ കാണാതെയുള്ള തൻ്റെ വിഷമവും വീർപ്പുമുട്ടലും എത്ര വലുതെന്ന് തനിക്കറിയാം. ആ സ്ഥിതിക്ക് വിനുവോ? അവളുടെ ഉള്ളൊരുകിയ പ്രാർത്ഥനയുടെ ഫലമായി ഈശ്വരൻ നൽകിയ വരദാനമാണ് ഇത്തവണത്തെ ഒരുമിച്ചുള്ള തിരിച്ചുപോക്ക്. ആ കൃത്യസമയത്ത് തന്നെ തൻ്റെ റിട്ടയർമെൻ്റ് ഉണ്ടായത് നന്നായി. പോകാം ഒരുമിച്ച്. തൻ്റെ റിട്ടയർമെൻറ്റിന് മകനുണ്ടാകണം എന്നതും തൻ്റെ പ്രാർത്ഥനയായിരുന്നു. മറ്റാരിരിക്കുന്നു തനിക്ക്? അവനും അതായിരുന്നു ആഗ്രഹം. എല്ലാം ഒരുമിച്ച് സാധിച്ചു. ഇവിടം വിട്ടു പോകാൻ ആഗ്രഹിച്ചിട്ടല്ല. മരിച്ച നാൾ മുതൽ അദ്ദേഹത്തിൻ്റെ കുരിയാലയിൽ വിളക്ക് മുടങ്ങാതെ വെച്ചു വരുന്നു. താൻ പോയാൽ അതിന് കുറവുണ്ടാകും. ഈ ശാന്തി അദ്ദേഹം പണിയിച്ചതാണ്. പക്ഷേ ഈ വാർദ്ധക്യകാലത്ത് ആകെയുള്ള ആശ്രയമായ മകനോടൊപ്പം ജീവിക്കാൻ കൊതിക്കുന്നത് തെറ്റാവില്ലല്ലോ. അദ്ദേഹം ക്ഷമിക്കും. കിച്ചണിൽ പണിക്കാരി ഇന്ദിരയുണ്ട്. മധ്യവയസ്ക, അയൽക്കാരി കൂടിയാണ്. എന്നും തന്നോടൊപ്പം ഈ അടുക്കളയിലുണ്ട്. എന്ത് പണിയും ചെയ്യും. താനും വിനുവും പോകുന്നതിൽ ഏറെ നഷ്ടവും സങ്കടവും ഇന്ദിരയ്ക്കാണ്. അവളുടെ പണി നഷ്ടപ്പെടുകയല്ലേ. വരുമാനവും. ഇന്ന് വൈകുന്നേരത്തെ റിട്ടയർമെൻറ്റ് പാർട്ടിക്കുള്ള വിഭവങ്ങൾ ഒരുക്കാൻ വെളുപ്പിന് തന്നെ എത്തിയതാണവൾ. ഇന്നലെയും വന്ന് എന്തൊക്കെയോ ഉണ്ടാക്കി വെച്ചു. വിനുവും കൂട്ടിനുണ്ട്. കിച്ചണിലേക്ക് ചെന്ന അരുന്ധതിക്ക് വിനു ചായ നൽകി. ചായയും കുടിച്ചുകൊണ്ട് അരുന്ധതി കിച്ചണിൽ കിടന്നിരുന്ന കസേരയിലിരുന്നു. വിനു പച്ചക്കറി നുറുക്കാനിരിക്കുകയാണ്. ഇന്ന് അരുന്ധതി ചേച്ചിക്ക് ഒരു ഉഷാറില്ലല്ലോ. എന്തു പറ്റി? പെൻഷൻ പറ്റുന്നത് കൊണ്ടാണോ? ഇന്ദിര ചോദിച്ചു. വിഷമമൊന്നുമില്ല ഇന്ദിരേ. എന്നാലും ജീവിതത്തിലെ തിരക്ക് അവസാനിക്കുന്നത് പോലെ. അരുന്ധതി പറഞ്ഞു. വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുകയാണെന്നുള്ളൊരു തോന്നൽ. എൻ്റെ അപ്പോ, എന്താണ് ഈ കേൾക്കുന്നത്? വാർദ്ധക്യത്തിലേക്ക് പ്രവേശിക്കുന്നുവെന്നോ? ആര്? എൻ്റെ അരുന്ധതി അമ്മയോ? പത്രം വായന പൂർത്തിയാക്കിയിട്ട് വന്ന വിഷ്ണു പിന്നിൽ നിന്ന് കഴുത്തിലൂടെ കൈകൾ രണ്ടും ഇട്ട് അമ്മയെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഇന്ദിരയോട് ചോദിച്ചു. അവർ ചിരിച്ചു. വിനു, 55 വയസ്സായി എന്ന് എൻ്റെ അമ്മയെ കണ്ടാൽ ആരാണ് പറയുക? സർക്കാരിന് തെറ്റുപറ്റിയെന്ന് പറഞ്ഞാൽ മതി.
ഓരോ വർഷവും ഞാൻ വരുമ്പോൾ അമ്പരക്കും അമ്മയുടെ പ്രായം കുറയുകയാണോ എന്ന്. വിനുവിൻ്റെ കൂട്ടുകെട്ടും മേക്കപ്പും കൂടി ആയപ്പോൾ ഓരോ വർഷവും ഈ 2 വയസ്സാണ് കുറയുന്നത്. ഇന്ദിരയും വിനു ഉറക്കെ ചിരിച്ചു. ചിരിക്കണ്ട, വിഷ്ണു തുടർന്നു. നല്ല പട്ടുസാരി എങ്ങ് ഞൊറിഞ്ഞു കൊടുത്ത് പളവളാന്നിറങ്ങിയാൽ വിനു പോലും നാണിച്ചു മാറി നിൽക്കേണ്ടതായി വരും. അത്രയ്ക്ക് ചെറുപ്പമാണ് എൻ്റെ അരുന്ധതി അമ്മയ്ക്ക്. പോടതെമ്മാടി. മകൻ പറഞ്ഞത് സത്യമാണെന്നറിയാമെങ്കിലും അരുന്ധതി കൈ ഓങ്ങി. രാജൻ സാറിൻ്റെ അതേ ചിരിയും തമാശയും സ്വഭാവവും. ഇന്ദിര പറഞ്ഞു. സാറിനെ അതേപടി വാർത്തു വെച്ചതുപോലെ, അതേ തലയെടുപ്പും രൂപവും ഒക്കെ. ശരിയാണ്, വിഷ്ണുവിന് ഇത്തിരി തടിച്ച മീശയാണ്. അതൊഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ തനി പകർപ്പ് തന്നെ. മക്കളുണ്ടായാൽ ഇങ്ങനെ തന്തയ്ക്ക് തന്നെ പിറക്കണമെന്ന് തൻ്റെ ചേട്ടൻ കളിയാക്കാറുണ്ടവനെ. അച്ഛനെ കാണണമെന്നുള്ളവർ മകനെ കണ്ടാൽ മതി. വിഷ്ണു ചിരിച്ചു. അല്ലേ ഇന്ദിര ചേച്ചി? പക്ഷേ മകന്റെ മകനെ എന്നാ കാണുക? ഇന്ദിര ഇത്തിരി കൂടി കടത്തി പറഞ്ഞു. നിങ്ങൾ ഇനി 10 ദിവസം കൂടി കഴിഞ്ഞാൽ വീടും പൂട്ടി എല്ലാവരും കൂടി അങ്ങ് പോകും. ഇനി ഉടനെ എങ്ങും വരാൻ പോണോ? വിഷ്ണു മോനെ ഞാൻ ഒത്തിരി കൊഞ്ചിച്ചിട്ടുള്ളതാണ്. മോൻ്റെ കുഞ്ഞിനെ കൂടി കൊഞ്ചിക്കാൻ എനിക്ക് ഭാഗ്യമില്ലാതായി പോയി. ശരിയാണ്, താൻ ജോലിക്ക് പോകുമ്പോൾ വിഷ്ണുവിനെ നോക്കിയിരുന്നത് ഇന്ദിരയാണ്. അതിനെന്താ, ഇന്ദിര ചേച്ചി ഞങ്ങളോടൊപ്പം പോന്നോളൂ, കൊഞ്ചിക്കാല്ലോ, വിനു പറഞ്ഞു. ഉവ്വ്, നീ മിടുക്കിയായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കൊഞ്ചിക്കായിരുന്നല്ലോ, അരുന്ധതി വിനുവിനെ നോക്കി പറഞ്ഞു. ഉവ്വ്, നീ മിടുക്കിയായിരുന്നെങ്കിൽ ഇവിടെ വെച്ച് തന്നെ കൊഞ്ചിക്കായിരുന്നല്ലോ, അരുന്ധതി വിനുവിനെ നോക്കി പറഞ്ഞു. BA ഫസ്റ്റ് ക്ലാസ്സാ, പക്ഷെ പറഞ്ഞിട്ടെന്താ കാര്യം? സാമർഥ്യമില്ല ഒരു കാര്യത്തിലും. ഈ തെമ്മാടി പറയുന്നതാ അവൾക്കും വേദവാക്യം. എന്താ അമ്മേ? വിഷ്ണു ചോദിച്ചു. കുട്ടികൾ ഉടനെ വേണ്ട, കുട്ടിക്കളിയൊക്കെ മാറിയിട്ട് മതിയെന്നല്ലേ രണ്ടിൻ്റെയും തീരുമാനം. അല്ലെങ്കിൽ പിന്നെ ഒരു കൊച്ച് ഈ മുറ്റത്തൂടെ ഇപ്പോൾ ഓടിക്കളിക്കില്ലായിരുന്നോ എന്നാ ഞാൻ ചോദിച്ചത്. മനസ്സിലായോ രണ്ടിനും? അരുന്ധതി ചോദിച്ചു. ഈ അമ്മയ്ക്കൊരു നാണവും ഇല്ല, വിനു മുഖം പൊത്തിക്കളഞ്ഞു. ഞാനെന്തിനു നാണിക്കണം, അല്ലേ ഇന്ദിരേ? ഇന്ദിരയും ചിരിച്ചു. ഇത്രയും നാൾ ഞാൻ മിണ്ടാതിരുന്നു, ഇനിയും മിണ്ടാതിരുന്നാൽ ലക്ഷ്യമില്ലെന്ന് തോന്നി. ക്രമേണ അരുന്ധതിയുടെ ശബ്ദം താഴ്ന്നു. അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ ഈ ജോലി കിട്ടി. എൻ്റെ എല്ലാ സങ്കടവും തീർന്നിരുന്നത് ഈ ജോലിയുടെ തിരക്കിലാണ്. ഇന്നിതാ അതും തീരുന്നു. ഇനി ഞാൻ എങ്ങനെയാ പകലൊന്ന് അസ്തമിപ്പിക്കുന്നത്? ഒരു കുഞ്ഞുണ്ടായിരുന്നെങ്കിൽ എനിക്കത് ആശ്വാസമായിരുന്നു. ഒരു മുത്തശ്ശിയാകാൻ എനിക്കും ഇല്ലേ ഇന്ദിര ആശ? പിന്നില്ലേ? ഇന്ദിര പിന്താങ്ങി. വിഷ്ണു അരുന്ധതിയുടെ കൈത്തലം പിടിച്ചെടുത്തിട്ട് പറഞ്ഞു. എൻ്റെ അമ്മയെ മുത്തശ്ശിയാക്കിയട്ടെ, ഇനി അടുത്ത പ്രോഗ്രാം ഉള്ളൂ, പോരെ? ചുമ്മാ എന്നെ ആശിപ്പിക്കല്ലേടാ. ആശിപ്പിക്കുകയല്ലമ്മേ. വിനു, നീ കേട്ടല്ലോ, ഈ അമ്മയെ നമ്മൾ മുത്തശ്ശിയാക്കുന്നു. ഷോ, അമ്മയ്ക്ക് ചേരുന്ന മകൻ. വിനു കുടുകുടെ ചിരിച്ചു. രണ്ടിനുമില്ല നാണം. അപ്പോൾ ഹാളിൽ ഫോൺ ബെല്ലടിക്കുന്ന ശബ്ദം കേട്ടു. വിഷ്ണു ധൃതിയിൽ ചെന്നു. STD ടോണാണ്. അങ്ങകലെ അതിർത്തിയിലെ മഞ്ഞു പുതഞ്ഞ ഡിഫൻസ് ഏരിയയിൽ നിന്ന് വിഷ്ണുവിൻ്റെ റെജിമെന്റ് ഓഫീസർ ലഫ്റ്റനന്റ് കേണൽ ജയസിംഗിന്റെ ശബ്ദം റിസീവറിലൂടെ ഇങ്ങെത്തി. ഉടൻ മടങ്ങിയെത്തുക. സ്വന്തം റെജിമെന്റിൽ ഇമ്മീഡിയറ്റായി റിപ്പോർട്ട് ചെയ്യുക. പെരുവിരലിൽ നിന്നൊരു തീപ്പൊരി ഉയർന്നു. ഇപ്പോൾ ഈ നിമിഷം തന്നെ പുറപ്പെടാനാണ്. സപ്തനാടികളും തളർന്ന് അതേ നിലയിൽ നിന്നുപോയവൻ. എല്ലാ പ്രതീക്ഷകളും എല്ലാ സ്വപ്നങ്ങളും ഇവിടെ അവസാനിക്കുന്നു. യുദ്ധഭൂമിയിലേക്കാണ് ചെല്ലാൻ പറഞ്ഞത്. അംഗഭംഗം വന്നവരെയും മുറിവേറ്റവരെയും പരിചരിക്കാനുണ്ടാവും. തൻ്റെ സേവനം ഇപ്പോൾ കൂടിയേ കഴിയൂ. അത്രയ്ക്ക് ആവശ്യമുണ്ടായിട്ടായിരിക്കും ലീവിലിരുന്ന് തന്നെ മടക്കി വിളിക്കുന്നത്. ഉടനെ യാത്ര തിരിച്ചേ മതിയാകൂ. പക്ഷേ അമ്മ അറിഞ്ഞാൽ, വിനു അറിഞ്ഞാൽ ഇരുവർക്ക് സഹിക്കാനാവില്ല. തൻ്റെ ഒപ്പം പോരാൻ എല്ലാ തയ്യാറെടുപ്പും പൂർത്തിയാക്കി കഴിഞ്ഞിരിക്കുന്നു വിനു. ആർമിയിൽ ചേർന്ന നാൾ മുതൽ അമ്മയുടെ സങ്കടം ഒന്നു മാത്രമാണ്, താൻ കൂടെയില്ല എന്നത്. കോഴ്സ് പൂർത്തിയായതും താൻ അതിർത്തിയിലെ ഫീൽഡ് റെജിമെന്റിലായിരുന്നു. അതുകൊണ്ട് ഫാമിലി ഒപ്പം കൂട്ടാൻ കഴിഞ്ഞില്ല. എന്നാൽ 3 വർഷം അതിർത്തിയിൽ കഴിഞ്ഞതോടെ തങ്ങളുടെ റെജിമെന്റ് പീസ് ഏരിയയിലേക്ക് തിരിച്ചു വരാൻ സമയമായിരുന്നു. താൻ ലീവിൽ പോന്നു. താൻ തിരിച്ചു ചെല്ലുമ്പോഴേക്കും പട്യാലയിലുള്ള പീസ് ഏരിയയിൽ തൻ്റെ റെജിമെന്റ് എത്തിയിരിക്കും. തനിക്ക് അവിടെ ജോയിൻ ചെയ്താൽ മതിയായിരുന്നു. പക്ഷേ നിർഭാഗ്യം, തൻ്റെ റെജിമെന്റ് അതിർത്തിയിൽ നിന്ന് മൂവ് ചെയ്യുന്നതിന് മുൻപ് തന്നെ കാർഗിൽ പ്രശ്നം ആരംഭിച്ചു കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ നുഴഞ്ഞുകയറ്റക്കാരെ നേരിടാൻ തൻ്റെ റെജിമെന്റും അവിടെ തന്നെയുണ്ട്. അവിടെയാണ് താൻ ചെന്ന് റിപ്പോർട്ട് ചെയ്യേണ്ടത്. അമ്മയുടെ റിട്ടയർമെന്റ് പാർട്ടിയിൽ പോലും പങ്കെടുക്കാൻ സമയമില്ല. എത്രയോ നാളത്തെ പരിശ്രമം കൊണ്ടാണ് അമ്മയുടെ റിട്ടയർമെന്റ് ദിവസം ഇവിടെ ഉണ്ടാക്കത്തക്ക രീതി ലീവ് എടുക്കാൻ തനിക്ക് കഴിഞ്ഞത്. ആ ദിവസം ഇതാ എത്തിയതേ ഉള്ളൂ.
ഇന്ന് തന്നെ പോകേണ്ടതായി വന്നിരിക്കുന്നു. അമ്മ അറിഞ്ഞാൽ, അതും യുദ്ധഭൂമിയിലേക്കെന്നറിഞ്ഞാൽ തീർച്ച അമ്മ ഇന്ന് റിട്ടയർമെന്റ് പാർട്ടിക്ക് ഓഫീസിലേക്ക് പോവില്ല. എല്ലാം തകരും. ഇല്ല, അമ്മ അറിയരുത്. അമ്മ സന്തോഷമായി പോകട്ടെ. യാത്രയയപ്പ് സമ്മേളനത്തിൽ പങ്കെടുക്കട്ടെ. അമ്മയുടെ ആ സന്തോഷം ഈ മകൻ നഷ്ടപ്പെടുത്താൻ പാടില്ല. ജീവിതത്തിൽ ഒരിക്കലേ ഈ ദിവസമുള്ളൂ, ഇനി ഉണ്ടാവില്ല. വിനു അറിയരുത്. വിനു അറിഞ്ഞാൽ തീർച്ച ആ നിമിഷം അമ്മ അറിയും. അവർ തമ്മിൽ ഒന്നും തന്നെ മറച്ചു വെക്കാറില്ല. അതാണ് സത്യം. വിഷ്ണു ഷെൽഫിന്റെ മുകളിലിരിക്കുന്ന ബ്രീഫ് കേസ് താഴെ ഇറക്കി. ഡ്രസ്സുകൾ അയൺ ചെയ്യണം. ഇനി ഒട്ടും സമയമില്ല. കാൽപ്പെരുമാറ്റം കേട്ടു. ധൃതിയിൽ ബ്രീഫ് കേസ് അവൻ ബെഡിന്റെ താഴേക്ക് നീക്കി വെച്ചു. ഊഹം തെറ്റിയില്ല. വിനു തന്നെ. ഫോൺ ബെൽ കേട്ടുപോന്ന ആളിനെ പിന്നെ അങ്ങോട്ട് കണ്ടതേയില്ല. ആരുടേതായിരുന്നു ഫോൺ? വിനു ചോദിച്ചു. അവൾക്ക് പുറം തിരിഞ്ഞു നിന്ന് ഷെൽഫ് തുറക്കാൻ ശ്രമിക്കുകയാണ് വിഷ്ണു. കൈകളുടെ വിറയൽ അവൾ കാണാതിരിക്കാൻ അവൻ വല്ലാതെ പാടുപെട്ടു. ആരുടേതായിരുന്നൂന്ന് ഫോൺ? വിനു അവനോട് ചേർന്ന് നിന്നു. ഒരു ഫ്രണ്ടിൻ്റെ. പറഞ്ഞു തീർന്നതും അവളെ വട്ടം പൊതിഞ്ഞ് കരവലയത്തിലൊതുക്കി ആ ആദരങ്ങളിലേക്ക് മുഖം പൂഴ്ത്തി. അപ്രതീക്ഷിതമായി കിട്ടിയ നിർവൃതിയിൽ ലയിച്ചു ചേർന്ന് നിന്നുകൊണ്ട് അവൾ കുറുകി. എന്തേ രാവിലെ കുസൃതി? അവൻ തൻ്റെ മനസ്സിനെ സമനിലയിലെത്തിക്കാൻ യത്നിക്കുകയായിരുന്നു. അതിനുള്ള മറയായിരുന്നു ആ ചുംബനം. എന്നിട്ട് കുസൃതി കൈക്കൊള്ളാൻ ശ്രമിച്ചു. അമ്മ പറഞ്ഞത് സത്യമാണോ നോക്കാന്ന് കരുതി. അവൻ മെല്ലെ പറഞ്ഞു. എന്ത്? നിനക്ക് സാമർത്ഥ്യം കുറവാണോന്ന്? ഈ വിഷ്ണുവിൻ്റെ ഒരു കാര്യം. അമ്മയുടെ വിചാരം നമ്മൾ വേണ്ടാന്ന് മനഃപൂർവ്വം കരുതിയിട്ടാണെന്നാ നമ്മൾക്ക് കുട്ടികളുണ്ടാവാത്തതെന്ന്. അമ്മ അങ്ങനെ ധരിച്ചു എന്ന് വെച്ച് അവൾ അവൻ്റെ മുഖത്തേക്ക് നോക്കി. നിനക്ക് വിഷമമില്ലേ വിനു ഇക്കാര്യത്തിൽ? വിഷമ ഇല്ലേ എന്ന് ചോദിച്ചാൽ വിഷ്ണു പോയി കഴിയുമ്പോഴുള്ള തികഞ്ഞ ഏകാന്തതയിൽ ഒരു കുഞ്ഞു കൂട്ടിനുണ്ടായിരുന്നെങ്കിലെന്ന് ഞാൻ ആശിച്ചു പോയിട്ടുണ്ട്. പക്ഷേ ഇനിയിപ്പോൾ അതൊക്കെ പറയുന്നത് എന്തിന്? നമ്മൾ ഒരുമിച്ചല്ലേ പോവുക? നമ്മൾക്കധികം പ്രായമായില്ലല്ലോ. നമ്മൾ യഥാർത്ഥത്തിൽ ഇനി ജീവിക്കാൻ തുടങ്ങുന്നതല്ലേ ഉള്ളൂ. ശരിയാണ്, ഇനി ജീവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. അവിടെ ചെല്ലട്ടെ, അമ്മയുടെ പരാതി തീർത്തു കൊടുക്കാമെന്ന്. എന്താ? അവൾ അവൻ്റെ കൈത്തണ്ടയിൽ നുള്ളി. അവൻ മൂളി നേർത്ത സ്വരത്തിൽ. അവളോട് താൻ യാത്ര തിരിക്കുകയാണെന്ന് പറയാൻ അവൻ്റെ നെഞ്ച് വല്ലാതെ മുട്ടിയുഴറി. പക്ഷേ പറഞ്ഞില്ല. ഭയന്നിട്ട് തന്നെ. റിട്ടയർമെന്റ് പാർട്ടിയിൽ പങ്കെടുക്കാൻ വേണ്ടി ബന്ധുക്കളെ ക്ഷണിച്ചിരുന്നു. അവരൊക്കെ വന്നു തുടങ്ങി. പ്രധാനമായും വിഷ്ണുവിൻ്റെ അച്ഛൻ രാജശേഖരൻ്റെ അനുജൻ പ്രഭാകരനും കുടുംബവും, വിനുവിൻ്റെ അച്ഛൻ ശ്രീനിവാസനും അമ്മ ലീലാവതിയും, അനിയത്തി അനുവും അനിയൻ ശ്യാമും, അരുന്ധതിയുടെ ജ്യേഷ്ഠൻ കൃഷ്ണനുണ്ണിയും കുടുംബവും എല്ലാവരും എത്തിയതോടെ ശാന്തിയിൽ ഉത്സവമായി. തമാശയും പൊട്ടിച്ചിരിയുമായി തൻ്റെ നെഞ്ചിലെത്തി സമർത്ഥമായി വിഷ്ണു മറച്ചു പിടിച്ചു. തൻ്റെ മുഖത്തെ നേരിയ മാറ്റം പോലും അമ്മ തിരിച്ചറിയും എന്നവന് ഉറപ്പുണ്ട്. ഉച്ചയ്ക്ക് മുൻപ് തന്നെ അരുന്ധതിയുടെ ഓഫീസിൽ നിന്ന് വണ്ടിയെത്തി. റിട്ടയർമെന്റ് പാർട്ടിക്ക് ക്ഷണിച്ചുകൊണ്ടുപോകാൻ. തഹസിൽദാർ ഓഫീസിൽ സീനിയർ സൂപ്രണ്ടായിരുന്നു അരുന്ധതി. അരുന്ധതിയും കൊണ്ട് വണ്ടി നീങ്ങിയതും വിനുവിനെ പിടിച്ചു വലിച്ചുകൊണ്ട് വിഷ്ണു മുറിയിൽ കയറി. അമ്പരപ്പിൽ അവൾ നോക്കി. ചുമന്നിരിക്കുന്നു അവൻ്റെ മുഖം. തുളുമ്പുന്ന മിഴികൾ, കണ്ടു തീരാത്ത നോട്ടം. വിനു വരണ്ടുപോയി. അമ്മ സന്തോഷമായി പാർട്ടിക്ക് പോകട്ടെ എന്ന് കരുതി ഇത്രയും സമയം ഞാൻ അടക്കി പിടിച്ചു നിന്നു. ഇനി നിന്നെ മറച്ചു പിടിക്കാൻ എനിക്ക് വയ്യ മോളെ. അവൾ വിഹ്വലതയോടെ നോക്കി. എന്താ വിഷ്ണു, എന്താ? അവൾ അവനെ പിടിച്ചുലച്ചു. എന്തു പറ്റി? രാവിലെ വന്ന ഫോൺ ഫ്രണ്ടിൻ്റെ ആയിരുന്നില്ല. പിന്നെ? വിനുവിൻ്റെ നെഞ്ചിടി പേറി. ഡിഫൻസ് ഏരിയയിൽ നിന്ന് എൻ്റെ ആർമി ഓഫീസറിൻ്റെ എൻ്റെ ലീവ് ക്യാൻസലാക്കിയെന്ന്. ഇമ്മീഡിയറ്റായി അവിടെ റിപ്പോർട്ട് ചെയ്യണമെന്ന്. ഒറ്റ പൊട്ടൽ. ഭയത്തിൻ്റെ, നൈരാശ്യത്തിൻ്റെ, സങ്കടത്തിൻ്റെ ഉരുൾപൊട്ടൽ. ഒടുവിൽ കണ്ണീരിൻ്റെ കുത്തൊഴുക്ക്. ഇല്ല, ഞാൻ വിടില്ല, വിടില്ല. എൻ്റെ വിഷ്ണുവിനെ യുദ്ധഭൂമിയിലേക്ക് ഞാൻ വിടില്ല. അവനെ ആഞ്ഞു പുലുക്കിക്കൊണ്ട് ആ നെഞ്ചിലെ രോമങ്ങൾക്കിടയിൽ വിരലുകൾ കടത്തി അള്ളിപ്പറിച്ചവൾ കരഞ്ഞു. ഞാൻ വിടില്ല, വിടില്ല, ഒറ്റയ്ക്ക് വിടില്ല. ഞാനും വരും കൂടെ. എന്നെയും കൊണ്ടുപോകണം വിഷ്ണു, ഞാനും വരും. എന്താ എന്താ? അവളുടെ കരച്ചിൽ മറ്റുള്ളവരും കേട്ടു. അവരൊക്കെ ഓടിയെത്തി. എല്ലാവരും അറിഞ്ഞു ആ വാർത്ത. എല്ലാ മുഖങ്ങളും മ്ലാനമായി. ഇന്നത്തെ ദിവസം തന്നെ തിരിക്കുന്നത് ഒരു വല്ലാത്ത സങ്കടമായി. അതിലേറെ അവരെ സങ്കടപ്പെടുത്തുന്നത് അവൻ യുദ്ധഭൂമിയിലേക്കാണ് പോകുന്നതെന്നാണ്. പക്ഷേ അവൻ്റെ മുമ്പിൽ അതാരും ഭാവിച്ചില്ല. സമാധാനിപ്പിക്കാനാണ് ശ്രമിച്ചത്. വിനുവിനെയും, പ്രത്യേകിച്ച് വിനുവിൻ്റെ അച്ഛൻ ശ്രീനിവാസൻ. അദ്ദേഹവും പട്ടാളത്തിലായിരുന്നു. മരുമകൻ ആർമിയിലെ ക്യാപ്റ്റൻ റാങ്കുള്ള മെഡിക്കൽ ഓഫീസർ ആയതിനാൽ അഭിമാനം കൊള്ളുന്നവൻ.
ഒരു ആർമി മെഡിക്കൽ ഓഫീസറുടെ സേവനം യഥാർത്ഥത്തിൽ ആവശ്യമുള്ളത് ഇപ്പോഴാണ്. വിഷ്ണു പോകണം, അത് അത്യാവശ്യമാണ്. എന്ന് തന്നെയല്ല, അവൻ പോകുന്നത് യുദ്ധഭൂമിയിലേക്കല്ല. യുദ്ധഭൂമിയിൽ നിന്ന് മുറിവേറ്റും അംഗഭംഗം വന്നും വേദന തിന്നുന്നവരെ ചികിത്സിക്കുന്ന ADS ക്യാമ്പിലേക്കാണ്. അവിടെ അപകടമൊന്നും ഉണ്ടാവാൻ സാധ്യതയില്ല. പിന്നെ നീ എന്തിനാണ് കരയുന്നത്? ശ്രീനിവാസൻ മകളെ ശാസിച്ചു. അവന് ധൈര്യമായി പറഞ്ഞ് സന്തോഷത്തോടെ വിടണം. അതിനു പകരം നിന്ന് കരയുന്നോ? നീ കൂടെ പോകുന്ന എന്തിനാ? നിനക്ക് ചികിത്സിക്കാൻ അറിയുമോ? വിനു മറുപടി പറഞ്ഞില്ല. 4 മണി. അരുന്ധതിയെ വീട്ടിലെത്തിക്കാനായി ഓഫീസിൽ നിന്ന് സഹപ്രവർത്തകർ എല്ലാവരും കയറിയ വണ്ടി ശാന്തിയുടെ ഗേറ്റിന് മുമ്പിൽ വന്നു നിന്നു. അരുന്ധതി ഇറങ്ങി, ഒപ്പം മറ്റുള്ളവരും. ഗേറ്റ് കടന്നു വരുന്ന അവരെ സ്വീകരിക്കാനെന്നോണം വീട്ടിലുള്ള എല്ലാവരും മുറ്റത്തുണ്ടായിരുന്നു. അതീവ സന്തോഷത്തോടെ അകത്തേക്ക് വന്ന അരുന്ധതി കണ്ടു മുറ്റത്ത് കിടക്കുന്ന ടാക്സിക്കരികിൽ കരഞ്ഞു കുതിർന്ന മിഴികളുമായി വിനു. അവർക്കരികിൽ വിഷ്ണു സൈനിക വേഷത്തിൽ. അമ്പരപ്പോടെ അരുന്ധതി മകന്റെ അരികത്തേക്ക് വന്നു. നീ എന്താ മോനെ ഈ വേഷത്തിൽ? ഇവരെ സ്വീകരിക്കാനോ? അമ്മയെ തന്നോട് ചേർത്ത് പിടിച്ച് വിഷ്ണു പറഞ്ഞു. അമ്മ വരാൻ കാത്തു നിൽക്കുകയായിരുന്നു ഞാൻ. യാത്ര പറയാൻ തിരിച്ചു ചെല്ലണമെന്ന് ഓർഡർ വന്നു അമ്മേ. വിഷ്ണു കഴിയുന്നത്ര ശാന്തത കൈവരിച്ചിരുന്നു. അരുന്ധതിയുടെ കണ്ണുകൾ മിഴിഞ്ഞു. 2 ആഴ്ച കഴിയുമ്പോഴേക്കും പ്രശ്നം തീരും. ഞാൻ തിരിച്ചു വരും അമ്മേ. അപ്പോഴേക്കും അമ്മയും വിനുവും ഒരുങ്ങിയിരുന്നോളൂ എന്നോടൊപ്പം പോരാൻ, കേട്ടല്ലോ. പിന്നെ തെല്ല് കുനിഞ്ഞ് കുസൃതി ഭാവിച്ചവൻ അരുന്ധതിയുടെ ചെവിയിൽ പറഞ്ഞു. എന്നിട്ട് വേണ്ടേ അമ്മയ്ക്ക് മുത്തശ്ശിയാവാൻ? അരുന്ധതി ശബ്ദിച്ചില്ല. വിഷ്ണു അമ്മയെ വിട്ട് അമ്മയുടെ സഹപ്രവർത്തകരെ കണ്ടു. യാത്ര പറഞ്ഞു. ഒടുവിൽ ടാക്സിക്കുള്ളിൽ കയറിയിരുന്നു. ആ ടാക്സി ഗേറ്റ് കടന്ന് കണ്ണിൽ നിന്ന് മറഞ്ഞു. കൺമുന്നിൽ എന്താണ് നടന്നതെന്ന് അപ്പോഴും ശരിക്കും ഉൾക്കൊള്ളാൻ കഴിയാത്തതുപോലെ അരുന്ധതി മിഴിച്ചു നിന്നു. അമ്മേ, നേർത്ത ആ നിലവിളി കേട്ട് അരുന്ധതി നോക്കി. പൊട്ടിപ്പിളരുന്ന വേദനയോടെ അരികിൽ വിനു അവരുടെ തോളിലേക്ക് ചാഞ്ഞു. തേങ്ങലിന്റെ ചീളുകൾ ചെറുതായി തെറിച്ചു. അരുന്ധതിയുടെ തളർന്ന കരങ്ങൾ ഒരു സാന്ത്വനമായി അവളെ തഴുകി. കരയല്ലേ മോളെ, കരയല്ലേ. അവൻ ജോലിക്ക് പോയി, അതവന്റെ കർത്തവ്യമല്ലേ. അതിന് മോൾ എന്തിനാ കരയുന്നത്? പാടില്ല. ഒരാൾ യാത്ര പോകുമ്പോൾ കരയാൻ പാടില്ല മോളെ. അത് പറയുമ്പോൾ അരുന്ധതിയുടെ മിഴികളും നനവാർന്നിരുന്നു. സ്വരവും പതറിയിരുന്നു. അതറിഞ്ഞിട്ടെന്നോണം വിനു സാരിത്തുമ്പുയർത്തി തൻ്റെ മുഖം അമർത്തി തുടച്ചു. സങ്കടമില്ലെന്ന് ഭാവിച്ചു. വിനുവിനെ സമാധാനിപ്പിക്കാനായി അങ്ങനെ മനഃപൂർവ്വം പറഞ്ഞതാണ് അരുന്ധതി. പക്ഷെ അവരുടെ മനസ്സാകെ ആശങ്ക കൊണ്ടും വേദന കൊണ്ടും നിറയുകയായിരുന്നു. കാർഗിലെ പ്രശ്നം ആരംഭിച്ചതിന് ശേഷം കേരളത്തിൽ വിവിധ സ്ഥലങ്ങളിലേക്ക് ഇതിനോടകം വീരമൃത്യു പ്രാപിച്ച 4 സൈനികരുടെ മൃതദേഹങ്ങൾ എത്തിക്കഴിഞ്ഞു. പത്രത്തിലും TV-യിലും വിശദീകരിച്ച വാർത്തയും ചിത്രങ്ങളും ഉണ്ടായിരുന്നു. അതോർക്കവേ ഭയം കൊണ്ട് അരുന്ധതിയുടെ നെഞ്ച് ശക്തിയായി പിടഞ്ഞു. ഈശ്വര, തൻ്റെ കുഞ്ഞ് കാത്തോളണേ. അവരങ്ങനെ പ്രാർത്ഥിച്ചു. ആകെ ഒരു സ്തംഭനാവസ്ഥയായി. വീടിനുള്ളിലെ അനക്കം അപ്പാടെ നിന്നുവെന്ന് എല്ലാവർക്കും തോന്നി. സത്യത്തിൽ അതങ്ങനെ തന്നെയായിരുന്നു. ആഹ്ലാദ പൂക്കുരവയുമായി എത്തിയവർ മ്ലാനത വിരിച്ച വലയിൽ അറിയാതെ വീണുപോയിരുന്നു. അരുന്ധതിയോടൊപ്പം ഓഫീസിൽ നിന്നെത്തിയവരും ആ വലയ്ക്കുള്ളിൽ അകപ്പെട്ടു പോയിരുന്നു, അവർ പോലും അറിയാതെ. വീട്ടിൽ പാർട്ടി അടിച്ചു പൊളിച്ച് ആഘോഷിക്കാനെത്തിയ ബന്ധുക്കളും തളർന്നു നിൽപ്പാണ്. പ്രഭാകരനും കൃഷ്ണനുണ്ണിയും ശ്രീനിവാസനും മാത്രമല്ല, അവരുടെ മക്കളും അതേ തളർച്ചയിലാണ്. പ്രഭാകരന് 2 ആൺമക്കളാണുള്ളത്. അധ്യാപകനായ അനന്തു, ഫോറസ്റ്റിൽ ജോലിക്കാരനായ രാജു. ശ്രീനിവാസന്റെ മകനും വിനുവിന്റെ സഹോദരനുമായ ആനന്ദ്, അവൻ MA-ക്ക് പഠിക്കുന്നു. കൃഷ്ണനുണ്ണിയുടെ മകൻ ബാബുവുമുണ്ട്, അവൻ പോലീസിലാണ്. ഒരു സ്തംഭനാവസ്ഥയ്ക്ക് ശേഷം സ്ഥലകാല ഓർമ്മ വന്ന മട്ടിൽ ആദ്യം ആക്റ്റീവായത് ഇവരൊക്കെയാണ്. അത് കണ്ടപ്പോൾ അവരോടൊപ്പം അച്ഛന്മാരും പങ്കെടുത്തു. എന്താണിത്? ആരും ഒന്നും മിണ്ടുന്നില്ലല്ലോ. നല്ലൊരു ചടങ്ങ്, അതിൻ്റെ കൊഴുപ്പ് ഒട്ടും കളയണ്ട. അനന്തു ആദ്യം നീങ്ങി. പ്ലേറ്റുകളെല്ലാം നിരത്തി. ചായ കെറ്റിലുകൾ എടുത്തു. ഒപ്പം എത്തി എല്ലാവരും. നമ്മളൊക്കെ ജോലിക്കാരല്ലേ, ജോലിയിലെ ഉത്തരവാദിത്തം വിട്ട് നമ്മൾ കളിക്കാറുണ്ടോ? അതുപോലെ തന്നെയാണ് വിഷ്ണുവും പോയതെന്ന് കരുതിയാൽ മതി, ബാബു പറഞ്ഞു. എന്നാലും യുദ്ധസ്ഥലത്തേക്കാണല്ലോ പോയതെന്ന് ഓർത്തപ്പോൾ അരുന്ധതിയുടെ ഒരു സഹപ്രവർത്തക പറഞ്ഞു. യുദ്ധസ്ഥലമാണെന്ന് ആര് പറഞ്ഞു? രാജു ചോദിച്ചു. ഡോക്ടർ രോഗിയെ ചികിത്സിക്കുന്നത് യുദ്ധസ്ഥലത്ത് വെച്ചാണോ? യുദ്ധം എവിടെ കിടക്കുന്നു, ചികിത്സിക്കുന്ന ASC ക്യാമ്പ് എവിടെ കിടക്കുന്നു? ചുമ്മാതെ വിവരമില്ലാണ്ട് ഓരോന്ന് പറഞ്ഞോളൂ, ശ്രീനിവാസൻ കുറ്റപ്പെടുത്തി. യുദ്ധസ്ഥലവും ACS ക്യാമ്പും ഒക്കെ കയറി ഇറങ്ങിയിട്ടുള്ളവനാണ് ഈ ഞാൻ. അങ്ങനെ പറഞ്ഞ് പ്ലേറ്റുകളിലേക്ക് ആദ്യം വിളമ്പിയത് ശ്രീനിവാസൻ തന്നെയാണ്. അനന്തവും കൂട്ടരും അദ്ദേഹത്തോടൊപ്പം കൂടി. വിളമ്പിയെങ്കിലും അധികം ആരും കഴിച്ചില്ല.
വെച്ചുണ്ടാക്കിയത് മുക്കാലും മിച്ചം. വിഷ്ണുവിൻ്റെ പെട്ടെന്നുള്ള യാത്ര ഒരു വലിയ പോരായ്മയോ വിഷമോ ആയി അവർക്കിടയിൽ നിന്നു. അരുന്ധതിയുടെ ഈ റിട്ടയർമെന്റ് ഫംഗ്ഷൻ കാര്യമായി തന്നെ ആഘോഷിക്കണമെന്ന് എല്ലാവർക്കും സംബന്ധിക്കണമെന്നും വിഷ്ണുവിന് നിർബന്ധമായിരുന്നു. എൻ്റെ അമ്മ ഉള്ളിൽ തട്ടി ചിരിച്ചിട്ട് 29 വർഷമാകുന്നു. റിട്ടയർമെന്റ് എന്ന് പറയുന്നത് ഒരാളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കാലഘട്ടത്തിന്റെ അവസാനമാണ്. ആ ദിവസം അമ്മയ്ക്ക് ഒട്ടും വ്യാകുലത ഉണ്ടാകാൻ പാടില്ല. ചിരിക്കണം, ചിരിപ്പിക്കണം, നമുക്ക് അടിച്ചു പൊളിക്കണം. നിന്റെ പട്ടാള റേഷൻ കൊണ്ടാകും അടിച്ചുപൊളി, കൃഷ്ണനുണ്ണി തിരക്കി. അല്ലമ്മാവാ, ഷീവ ശ്രീകലോ ജോണി വാക്കറോ എന്തു വേണം, അമ്മാവന്റെ ബ്രാൻഡ് പറഞ്ഞോ, എല്ലാ സമയത്തുണ്ടാകും, വിഷ്ണു പറഞ്ഞു. പറഞ്ഞതുപോലെ തന്നെ ആവശ്യത്തിനെല്ലാം വാങ്ങിയിട്ടുമുണ്ട്. ഇന്നത്തെ മുറിയിൽ ആരും തൊടാതിരിക്കുന്നുവെന്ന് മാത്രം. അടിച്ചു പൊളിക്കാനെത്തിയ സുഹൃത്തുക്കളും ബാബുവും അനന്തവും രാജുവും ഒക്കെ അങ്ങോട്ട് നോക്കിയതേയില്ല. ഒടുവിൽ ഓരോരുത്തരായി യാത്ര പറഞ്ഞു. കൃഷ്ണനുണ്ണിയും ഭാനുമതിയും പോയില്ല. അരുന്ധതിയെയും വിനുവിനെയും സമാധാനിപ്പിച്ചുകൊണ്ട് അവർ ശാന്തിയെ ആ രാത്രി കഴിച്ചുകൂട്ടി. യുദ്ധത്തിൽ പങ്കെടുത്ത ചരിത്രങ്ങളും പട്ടാളത്തിലെ അനുഭവങ്ങളും പറഞ്ഞുകൊണ്ട് ശ്രീനിവാസനും അന്ന് അവിടെ തങ്ങി. ഒപ്പം ലീലാവതി. അവർ മകളെ പല വിധത്തിൽ പറഞ്ഞ് ആശ്വസിപ്പിക്കാൻ നോക്കി. ഒന്നും ഭയപ്പെടാനില്ലെന്നും പറഞ്ഞു. 24 വർഷം പട്ടാളത്തിൽ കഴിഞ്ഞ ആളാണ് ശ്രീനിവാസൻ. യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുമുണ്ട്. അന്ന് വിനു ജനിച്ചിട്ടില്ല. അതിർത്തിയിൽ ശത്രുക്കളോട് മരണപ്പോരാട്ടം നടത്തുകയാണെന്ന് അറിയാമായിരുന്നു. എല്ലാം സഹിക്കാനുള്ള ശക്തി തരാൻ ഈശ്വരനോട് പ്രാർത്ഥിച്ചു. ഈശ്വരൻ അറിയാതെ എന്തെങ്കിലും നടക്കുമോ മോളെ? ലീലാവതി ചോദിച്ചു മകളോട്. വിനു കമിഴ്ന്ന് കിടക്കുകയാണ്. ഒരേ കിടപ്പ്. ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന നിമിഷത്തിൽ പെട്ടെന്നായിരുന്നു ആ വേർപാടും യാത്രയും. അതാണ് അവളുടെ സങ്കടം. എല്ലാ തവണ വരുമ്പോഴും അറിയാം മടക്ക യാത്രയ്ക്കുള്ള ടിക്കറ്റുമായാണ് വരികയെന്നും 56-ാം ദിവസം തിരിച്ചു പോകുമെന്നും. അതുകൊണ്ട് കഴിയുന്നത്ര ആ സാമീപ്യം അനുഭവിക്കും. ആവോളം ആ ചൂട് പകർന്നു വാങ്ങും. എത്ര കണ്ടാലും മതി വരാത്ത മട്ടിൽ ആ മുഖത്തേക്ക് നോക്കിയിരിക്കും. അടുത്ത ഒരു വർഷത്തേക്ക് വേണ്ടി ഒരുപാടെല്ലാം പറയും. പക്ഷേ ഇത്തവണ അങ്ങനെ ആയിരുന്നില്ലല്ലോ. ഒരുമിച്ച് പോകാനുള്ള തയ്യാറെടുപ്പ്. ഇനി എന്നും ആൾ തൻ്റെ സമീപം ഉണ്ടാകും. എപ്പോഴും കാണാം. എന്തും പറയാം. ആ മാറിൽ ചാഞ്ഞ് തനിക്ക് ആഗ്രഹിക്കുമ്പോഴൊക്കെ നിൽക്കാം. ആ കരവലയത്തിൻ്റെ സുരക്ഷിതത്വത്തിൽ അമരാം. ആ ഒരാശ്വാസം, ലാഘവം ആയിരുന്നു ഇത്തവണ തന്നെ ആകെ ഭരിച്ചിരുന്നത്. എല്ലാം തട്ടിത്തെറിപ്പിച്ചിട്ട് പോയി. ഒന്നും പറഞ്ഞില്ല. എന്നും ഒരുപാടൊക്കെ പറയാനുണ്ടെന്നും അവൾക്ക് തോന്നി. ആ മുഖം ഇപ്പോൾ കാണണമെന്നും. പക്ഷെ വഴിയില്ലല്ലോ. അതോർത്താണ് അവൾക്ക് സങ്കടം. പിറ്റേ ദിവസമായപ്പോൾ എല്ലാവരും യാത്ര പറഞ്ഞ് അവരവരുടെ വീടുകളിലേക്ക് പോയി. ശാന്തിയിൽ അരുന്ധതിയും വിനുവും മാത്രമായി. ഇന്ദിര വെച്ചുണ്ടാക്കുന്ന വിഭവങ്ങൾ മുക്കാലും അതേപടി തന്നെ കിടന്നു. 3-ാം ദിവസം രാവിലെ ഫോൺ ബെല്ലടിച്ചു. STD ടോൺ. പറന്നെന്നോണം വിനു പാഞ്ഞു വന്ന് റിസീവർ എടുത്തു. വിനു മോളെ, ഞാനാടി. വിഷ്ണുവിൻ്റെ ഉദ്വേഗസ്വരം. അതിലടങ്ങിയിരിക്കുന്ന സ്നേഹത്തിൻ്റെ വികാര തീവ്രത വിനു കാതിലൂടെ ഹൃദയത്തിലേക്ക് ആവാഹിച്ചെടുത്തു. ഉടലാകെ ഒന്ന് പൊട്ടിത്തരിച്ചു. വിഷ്ണു. ആ നിർവൃതിയിൽ ലയിച്ചു തീർന്ന സ്വരം. വിഷ്ണു ഇപ്പോഴെവിടെയാണ്? ഡിഫൻസ് ഏരിയയിലാണോ? ഹേയ്, ഞങ്ങളുടെ റെജിമെൻ്റൽ ഓഫീസ് ക്യാമ്പിൽ എത്തിയതേ ഉള്ളൂ. ഒരാഴ്ച കഴിയാതെ പുറത്തിറങ്ങാൻ പറ്റില്ല. ഇവിടുത്തെ അന്തരീക്ഷവുമായി എൻ്റെ ശരീരം ഇണങ്ങി ചേരണ്ടായോ? അത് കഴിഞ്ഞ് ബോർഡറിലേക്കുള്ളൂ. എൻ്റെ ഈശ്വര, ആശ്വാസമായി. ഇവിടെ ഒരു പാറയ്ക്കടിയിലാണ് ക്യാമ്പ്. ശത്രുക്കൾക്ക് ഇവിടെ എത്തി നോക്കാനൊന്നും പറ്റില്ല. തികച്ചും സുരക്ഷിതം. എന്നാലും സൂക്ഷിക്കണം. വിനു, റിട്ടയർമെൻറ്റ് പാർട്ടിയൊക്കെ കഴിഞ്ഞില്ലേ? അമ്മ എവിടെ? എൻ്റെ അടുത്തുണ്ട്, കൊടുക്ക്. വിനു റിസീവർ അരുന്ധതിക്ക് കൈമാറി. മോനെ. തേങ്ങലും ആഹ്ലാദവും കലർന്ന വിളി. പാർട്ടിയിൽ പങ്കെടുക്കാൻ പറ്റാത്തതിൽ എനിക്ക് നല്ല സങ്കടമുണ്ടമ്മേ. ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു കാത്തിരുന്ന ചടങ്ങായിരുന്നു. അതൊന്നും സാരമില്ലടാ. എൻ്റെ മോൻ സുഖമായിട്ടിരുന്നാൽ മതി അമ്മയ്ക്ക്. അരുന്ധതിക്ക് സ്വരം പതറി. ശരി, ഇനി ഞാൻ പിന്നെ വിളിക്കാം. ക്യൂവിൽ ആളുണ്ട് വിളിക്കാൻ. ലൈൻ കട്ടായി. വിനു ദീർഘമായൊന്ന് നിശ്വസിച്ചു. അരുന്ധതി. ഇരുവരുടെയും മുഖത്ത് തെളിച്ചമുണ്ടായി. കണ്ണുകൾക്ക് തിളക്കമുണ്ടായി. ഇരുവരുടെയും മുഖഭാവം ശ്രദ്ധിച്ച ഇന്ദിര ചോദിച്ചു. വിഷ്ണു കുഞ്ഞ് എന്നതാ അരുന്ധതി ചേച്ചി പറഞ്ഞത്? സുഖമായിരിക്കുന്നുവെന്ന്, അപകടമേഖലയിലല്ല എന്ന്. അരുന്ധതി ആഹ്ലാദം മുറ്റിയ സ്വരത്തിൽ പറഞ്ഞു. എൻ്റെ അരുന്ധതി ചേച്ചി, ഞാൻ പറഞ്ഞില്ലേ നമ്മുടെ കുഞ്ഞിന് ഒരാപത്തും ഉണ്ടാവത്തില്ലെന്നും. ഇനിയേലും അമ്മയും മോളും വന്നാട്ടെ. ഞാൻ ഉണ്ടാക്കി വെക്കുന്നത് എന്നും എടുത്തങ്ങനെ കളഞ്ഞാൽ പറ്റുമോ? നീ വിളമ്പടി ഇന്ദിരേ, അരുന്ധതി പറഞ്ഞു. വിനു പൂജാമുറിയിലായിരുന്നു. ഈശ്വരനോട് അവൾ നന്ദി പറയുകയായിരുന്നു. ആനന്ദാശ്രുക്കൾ നിറഞ്ഞ ആ മിഴികൾ അടഞ്ഞിരുന്നു.
അവളും അരുന്ധതിയോടൊപ്പം ആഹാരം കഴിക്കാനിരുന്നു. എല്ലാവരോടും ഫോണിൽ അരുന്ധതിയും വിനുവും അറിയിച്ചു. കാർഗിലിൽ നിന്ന് വിഷ്ണുവിൻ്റെ ഫോൺ വന്നു. സുഖമായിരിക്കുന്നു, അപകട മേഖലയിലല്ല എന്ന്. 15-ാം ദിവസമാണ് ശാന്തിയിൽ വിഷ്ണുവിൻ്റെ കത്തുമായി പോസ്റ്റ്മാൻ എത്തുന്നത്. ഫോണിൽ ഒന്ന് വിളിച്ചതിന് ശേഷം പിന്നെ ഒരു വിവരവും ഇല്ലാതെ വിനുവും അരുന്ധതിയും ആകെ പരിഭ്രമിച്ചിരുന്നു. വീണ്ടും ഉറക്കമില്ലായ്മയുടെയും വിശപ്പില്ലായ്മയുടെയും ദിവസങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. അവർക്ക് അതുകൊണ്ട് തന്നെ പോസ്റ്റ്മാനെ കണ്ടപ്പോൾ ഇരുവരും ഒരുപോലെ പാഞ്ഞെത്തി. ആദ്യം എത്തിയത് വിനു, കത്ത് കിട്ടിയത് അവൾക്ക്. പക്ഷെ വായിച്ചത് ഇരുവരും ഒരുമിച്ച്. വിനു, ബോർഡറിലെ ക്യാമ്പിലിരുന്നാണ് ഞാൻ ഈ കത്ത് എഴുതുന്നത്. താൽക്കാലിക മെഡിക്കൽ ക്യാമ്പ്. അമ്മേ. വിനു ഭീതിയോടെ അരുന്ധതിയെ നോക്കി. വിഷ്ണു ബോർഡറിലാണെന്ന്. അരുന്ധതിയുടെ മിഴികളും ഭീതിയായിരുന്നു. പരസ്പരം അങ്ങനെ കുറേ സമയം നോക്കി ഇരുന്നു പോയി ഇരുവരും. വീണ്ടും കത്തിലേക്ക് ശ്രദ്ധിച്ചു. ജോലി തിരക്കിനിടയിൽ ക്യാമ്പിൽ ഇത്തിരി സമയം കിട്ടി. അപ്പോഴാണ് കത്ത് എഴുതാമെന്ന് കരുതിയത്. നിനക്കും അമ്മയ്ക്ക് സുഖം തന്നെയാണോ? എപ്പോഴും നീ അമ്മയുടെ അടുത്തുണ്ടാകണം. അമ്മ ഭയപ്പെടും. നീ സമാധാനിപ്പിക്കണം. വേദനയുടെ ഒരു ലോകമാണ് വിനു എനിക്ക് ചുറ്റും. കൈയും കാലും നഷ്ടപ്പെട്ടവർ, ബുള്ളറ്റുകളാലും ഷെല്ലുകളാലും ആക്രമിക്കപ്പെട്ടവർ, പൊള്ളി കുടുവിച്ച ഭാഗങ്ങൾ, ചോരയുടെ ചോപ്പ്, യുദ്ധത്തിൻ്റെ മുഖം ആദ്യമായി കാണുന്നത് കൊണ്ടാകാം ഒരു വിഷമം. എന്നാലും എന്നെ കൊണ്ട് കഴിയുന്നത്ര ഞാൻ അവരെ സഹായിക്കുന്നു, വേദന അകറ്റുന്നു. ഇപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ചുകൂടി മുൻപേ പോരേണ്ടതായിരുന്നു എന്ന്. സമാധാനം പുനഃസ്ഥാപിച്ചാലുടൻ റദ്ദാക്കിയ ലീവ് എനിക്ക് അനുവദിച്ചു തരാമെന്ന് ഓഫീസർ സമ്മതിച്ചിട്ടുണ്ട്. ഞാൻ വരും. ഒപ്പം പോരാൻ രണ്ടാളും റെഡിയായിരിക്കുക. വാടകക്കാരെ ഏർപ്പെടുത്താൻ കൊച്ചച്ചനോട് പറയണം. വരുമ്പോൾ അമ്മയ്ക്ക് വേണ്ടി ഞാനൊരു സമ്മാനം കൊണ്ടുവരും. പാർട്ടിയിൽ പങ്കെടുക്കാതെ പോന്നതിലുള്ള എൻ്റെ കോമ്പൻസേഷൻസ്. അമ്മയ്ക്ക് അത്യാവശ്യമുള്ള ഒന്ന്, ഒരു സർപ്രൈസ് സമ്മാനം. അമ്മ അത് തുറക്കുമ്പോൾ അരികിൽ ഞാനുണ്ടാകണം. അപ്പോഴാണ് രസം. അമ്മയുടെ മുഖഭാവം എനിക്ക് നേരിൽ കാണണം. ഈ ആഴ്ച അവസാനം ഞാൻ ഈ ക്യാമ്പ് മാറും. മറ്റൊരിടത്തായിരിക്കും. അതുകൊണ്ട് എൻ്റെ അടുത്ത ലെറ്റർ വന്നിട്ട് മറുപടി ഇട്ടാൽ മതി. കത്തങ്ങനെ നീളുകയാണ്. അടുത്തിരുന്ന് അവൻ കാതോരം പറയുന്നത് പോലെയും ഇടയ്ക്കിടെ അവൻ്റെ പൊട്ടിച്ചിരി കേൾക്കുന്നത് പോലെ ഇരുവർക്കും തോന്നി. അടുത്ത ദിവസം പത്രം കയ്യിലെടുത്തപ്പോൾ വിനുവിൻ്റെ ഉള്ളൊന്ന് പിടച്ചു. അപകട മേഖലയിൽ വീരമൃത്യു വരിച്ച ഒരു മലയാളി കൂടി, ജോർജ് കുര്യൻ. ഫോട്ടോയുണ്ട്. വിനുവിൻ്റെ നെഞ്ച് വല്ലാതെ പിടച്ചു. അരുന്ധതിയും കണ്ടു ആ വാർത്ത. ഇരുവരുടെയും മെഴികളിൽ ഭീതിയും ആശങ്കയും നിറഞ്ഞു. പരസ്പരം ഇരുവരും അത് മറയ്ക്കാൻ ശ്രമിച്ചു. പാവം, 31 വയസ്സായിട്ടുള്ളൂ. യുവത്വം കത്തി നിൽക്കുന്ന പ്രായം. ജീവിതം ആരംഭിച്ചിട്ടേ ഉണ്ടാകൂ. അരുന്ധതി പിറുപിറുത്തു. 3ഉം 1ഉം വയസ്സായ 2 പിഞ്ചുകുട്ടികൾ, ഭാര്യയും. വിനു മന്ത്രിച്ചു. ആ സ്വരം തീരെ നേർത്തു. ഒരു തേങ്ങൽ അതിൽ അലിഞ്ഞു ചേർന്നോ? അരുന്ധതി തളർന്നിരിക്കുകയാണ്. അപ്പോഴാണ് ഇന്ദിരയുടെ വരവ്. അറിഞ്ഞോ അരുന്ധതി ചേച്ചി, യുദ്ധത്തിൽ മരിച്ച ആളിൻ്റെ ശവം കൊണ്ടുവന്നെന്ന്. അരുന്ധതി ദീർഘമായി ഒന്ന് നിശ്വസിച്ചതേ ഉള്ളൂ. വിനു, ഇപ്പം മരിക്കണ പട്ടാളക്കാരൻ്റെ വീട്ടുകാർക്കും കുഞ്ഞുങ്ങൾക്കും വിധവയ്ക്കും ഒക്കെ എന്തെല്ലാം ആനുകൂല്യങ്ങളും സഹായങ്ങളുമാണ് അരുന്ധതി ചേച്ചി. ലക്ഷക്കണക്കിന് രൂപ. വീടില്ലാത്ത ആളാണ് മരിച്ചതെങ്കിൽ വീട് വെച്ചു കൊടുക്കുന്നു. മരിച്ച ആളുടെ വിധവയ്ക്ക് ജോലി കൊടുക്കുന്നു എന്ന്. ഇന്ദിര തെല്ല് പരിഭവമോ അമർഷമോ കലർത്തി പറഞ്ഞു. എൻ്റെ അച്ഛൻ പട്ടാളത്തിലല്ലായിരുന്നോ? 62-ലെ ഇന്ത്യ ചൈന യുദ്ധത്തിൽ മരിച്ചതാ. ശവം പോലും കണ്ടിട്ടില്ല. കുറേ ഉടുപ്പും തൊപ്പിയും ബൂട്ട്സും മുദ്രകളും ഒക്കെ അവരയച്ചു തന്നു. അത്ര തന്നെ അച്ഛൻ ഉപയോഗിച്ചിരുന്നത്. ഞങ്ങൾ 7 പിള്ളേര്. അമ്മ എങ്ങനെയെല്ലാം പാടുപെട്ടാ ഞങ്ങളെ അന്ന് വളർത്തിയത്. ഒരു സഹായം ഒരിടത്തുനിന്നും ആരും തന്നില്ല. അരുന്ധതി ചേച്ചിക്ക് ഓർമ്മയുണ്ടോ ഇതൊക്കെ? അരുന്ധതി മിണ്ടിയില്ല. അല്പസമയം അരുന്ധതിയെയും വിനുവിനെയും നോക്കി നിന്നിട്ട് ഇന്ദിര അടുക്കളയിലേക്ക് നീങ്ങി. വൈകുന്നേരത്തെ TV വാർത്തയിൽ കണ്ടു. കാർഗിലിൽ വീരമൃത്യു വരിച്ച മലയാളി ജവാന്റെ മൃതശരീരം അടക്കം ചെയ്ത പെട്ടി വീട്ടിലെത്തിക്കുന്നത്. സൈനിക ബഹുമതികളും രാഷ്ട്രീയ ബഹുമതികളും നൽകുന്നത്. ആ പെട്ടി കണ്ട് കരഞ്ഞു തളരുന്ന അയാളുടെ ഭാര്യ, 2 പിഞ്ചു കുഞ്ഞുങ്ങൾ. അരുന്ധതി പെട്ടെന്ന് TV ഓഫ് ചെയ്തു. അവരുടെ കരങ്ങൾ വിറയാർന്നിരുന്നു. കരളും വിറച്ചിരുന്നു. കണ്ണുകൾ നിറതടാകങ്ങളായിരിക്കുന്നു. ഇനി കാണാൻ വയ്യെന്ന് തോന്നിയിട്ടാണ് ഓഫ് ചെയ്തത്. തിരിഞ്ഞു നോക്കുമ്പോൾ കണ്ടു മുഖം പൊത്തി കുനിഞ്ഞിരിക്കുന്നു വിനു. അരുന്ധതി അവൾക്കരികിലിരുന്നു. വിറയാർന്ന കരങ്ങൾ കൊണ്ട് അവളുടെ ചുമലിൽ പിടിച്ചു. വിനു മുഖമുയർത്തി. കണ്ണുകൾ ചുവന്ന് കലങ്ങിയിരുന്നു. അതരങ്ങൾ അവൾ കടിച്ചു പിടിച്ചിരിക്കുന്നു. അരുന്ധതിയുടെ മുഖത്തേക്ക് ഉറ്റുനോക്കിക്കൊണ്ട് ഇടറി പൊട്ടുന്നത് പോലെ വിനു ചോദിച്ചു, അമ്മേ, വിഷ്ണു ഇപ്പോഴെവിടായിരിക്കും? അരുന്ധതി പൊടുന്നനെ തൻ്റെ മനസ്സിനെ കടിഞ്ഞാണിടാൻ ശ്രമിച്ചു. അത്യന്തം ലാഘവം നടിച്ചവർ പറഞ്ഞു, ഏതോ ക്യാമ്പിലാണെന്നല്ലേ പറഞ്ഞത്?
നാളെ രാവിലെ വിളിക്കുമായിരിക്കും മോളെ. വിനുവിനെ സമാധാനിക്കാൻ കഴിഞ്ഞില്ല. ആ പെട്ടി, അത് മൂടിയ ദേശീയ പതാക, ആ സ്ത്രീയുടെ പൊട്ടിക്കരച്ചിൽ, ആ പിഞ്ചു കുഞ്ഞുങ്ങളുടെ പകച്ച നോട്ടം വിനുവിൻ്റെ കൺമുമ്പിൽ സദാ ആ ചിത്രങ്ങളായി. അതവളുടെ ഉറക്കം മാത്രമല്ല, വിശപ്പും ദാഹവും കെടുത്തി. വിഷ്ണു ജോലി ചെയ്യുന്ന ഏരിയയ്ക്ക് അടുത്തെങ്ങാണമായിരിക്കുമോ ഈ മനുഷ്യനും? അവർ തമ്മിൽ കണ്ടിട്ടുണ്ടാകുമോ? അതായി ചിന്ത. ഫോണിൽ STD ടോണിനായി അവൾ സദാസമയവും ആ മുറിക്കുള്ളിൽ ചുറ്റിപ്പറ്റി നിന്നു. ഉച്ചയായിട്ടുണ്ടാകും. അപ്പോഴാണ് പ്രഭാകരൻ വന്നത്. കൂടെ ഒരു പുരുഷനും സ്ത്രീയും. ഉദ്യോഗസ്ഥരാണ്, ചെറുപ്പക്കാർ, ശരത്തും ഹേമയും. ഒരു കുഞ്ഞുണ്ട്. ചുരിദാറാണ് ഹേമയുടെ വേഷം. സുന്ദരി. വാടകയ്ക്കായി വീട് നോക്കാൻ എത്തിയതാണവർ. അവർക്ക് വീട് ഇഷ്ടമായി. നല്ല വളപ്പും പരിസരവും. വാടകയും സെക്യൂരിറ്റി എത്രയാണ്? ശരത്ത് ചോദിച്ചു. വന്നവർക്ക് കൊടുക്കുന്നതിനായി കുറേ മാമ്പഴം ചെത്തി പൂളുകയായിരുന്നു വിനു. വാടകയും മറ്റും എത്രയാണെന്നൊക്കെ അനിയൻ പറയും. അതൊക്കെ അനിയനെ ഏൽപ്പിച്ചാൽ മതി, അരുന്ധതി പറഞ്ഞു. പിന്നൊരു കാര്യം, ഞങ്ങൾ ഒഴിഞ്ഞു മാറാൻ ഇനി 1 മാസം കൂടെങ്കിലും താമസം ഉണ്ടാകും. മോൻ വരും ഞങ്ങളെ കൊണ്ടുപോകാൻ. അവൻ വന്നു കഴിഞ്ഞ് കൃത്യമായി ഡേറ്റ് പറയാനാവും. 1 മാസമോ 2 മാസമോ ആയാലും പ്രശ്നമില്ല, ഹേമ പറഞ്ഞു. അത് കഴിഞ്ഞു മതി. വിനു മാമ്പഴം കഷ്ണിച്ച് ഒരു പ്ലേറ്റ് നിറയെ കൊണ്ടുവന്നു. വരൂ, ഇതിത്തിരി കഴിക്കൂ. ഇവിടുത്തെ പറമ്പിലേതാണ്, തേൻ പോലെ മധുരിക്കും, അരുന്ധതി പറഞ്ഞു. ഹേമയ്ക്ക് മാമ്പഴം ഇഷ്ടമായി. അവൾ കഷ്ണങ്ങൾ പെറുക്കി വായിലേക്കിട്ടു. ശരത്തു. അപ്പോഴാണ് ഫോൺ. STD ടോൺ. വിനു പിടഞ്ഞുണർന്ന് ചെല്ലുമ്പോഴേക്കും പ്രഭാകരൻ റിസീവർ എടുത്തു കഴിഞ്ഞു. ബോർഡറിൽ നിന്നാണ്. കാർഡിലെ 93-ാം ഫീൽഡ് റെജിമെന്റിൽ നിന്ന് ലഫ്റ്റനന്റ് കേണലിന്റെ അറിയിപ്പ്. ശത്രുക്കളുടെ ഷെല്ലാക്രമണത്തിനിരയായി വിഷ്ണുരാജ് വീരമൃത്യു വരിച്ചിരിക്കുന്നു. ഒരു തേക്കം. പ്രഭാകരന്റെ തൊണ്ടയിൽ കുരുങ്ങി. ശ്വാസം മുട്ടിച്ച് പുറത്തേക്ക് ചാടി. കയ്യിൽ നിന്ന് റിസീവർ വഴുതി താഴേക്ക് വീണു. അത് കണ്ടു നിന്നിരുന്ന വിനുവിന്റെ കണ്ണുകൾ ഒന്നും ഇഴിഞ്ഞു. അരുന്ധതിയുടെയും. പ്രഭാകരന്റെ കയ്യിൽ നിന്ന് താഴേക്ക് വീണ് തൂങ്ങിയാടുന്ന റിസീവർ വിനു ചാടി പിടിച്ചെടുത്തു. ഹലോ ഹലോ. അവളത് ചെവിക്കരികിൽ വെച്ച് ഉദ്വേഗത്തോടെ വിളിച്ചു. ലൈൻ കട്ടായ ടോൺ മാത്രം. റിസീവർ ക്രാഡിലിൽ വെച്ചവൾ പ്രഭാകരനെ നോക്കി. വിയർത്തൊഴുകുന്നു അയാൾ. മിഴികളിൽ അസഹ്യമായ നൊമ്പരത്തിന്റെ ചോപ്പ് പടർന്നിരിക്കുന്നു. എത്ര ശ്രമിച്ചിട്ടും അവരിൽ നിന്ന് സങ്കടം മറയ്ക്കാനാവുന്നില്ല അയാൾക്ക്. അത്രയ്ക്ക് വലിയ ഷോക്കായിരുന്നു പ്രഭാകരൻ ആ വാർത്ത. കൊച്ചച്ച. വിനു വിറയാർന്ന സ്വരത്തിൽ വിളിച്ചു. ആരാണ് ഫോൺ ചെയ്തത്? എന്താണ് പറഞ്ഞത്? പ്രഭാകരന്റെ മൗനവും ദൈന്യമാർന്ന നോട്ടവും അയാളുടെ പെരുവിരൽ മുതൽ ഭീതിയായി നുഴഞ്ഞു കയറി. ഹൃദയത്തെ ശക്തമായി പിടിച്ചു ഞെരുക്കി. തലച്ചോറിനുള്ളിൽ ഒരു ഹുങ്കാരവ്. വിനു പ്രഭാകരനെ പിടിച്ചുലച്ചു. കൊച്ചച്ച. വിനു വീണ്ടും വിളിച്ചു. അരുന്ധതിയും ഭീതി പൂണ്ട് ഉറ്റുനോക്കുകയായിരുന്നു പ്രഭാകരനെ. അനിയ. അവരും വിളിച്ചു വിറയാർന്ന സ്വരത്തിൽ. പ്രഭാകരൻ കണ്ണുകൾ ഇറുകെ പൂട്ടി. ഇപ്പോൾ ഇങ്ങോട്ട് വരാൻ തോന്നിയ നിമിഷത്തെ ശപിച്ചു. ആരായിരുന്നു ഫോണിൽ? യുദ്ധസ്ഥലത്തായിരുന്നോ? അരുന്ധതി ചോദിച്ചു. പ്രഭാകരൻ വിറയ്ക്കുകയാണ്. ഫോൺ എവിടെ നിന്നായിരുന്നെന്ന് അരുന്ധതിയും അയാളെ പിടിച്ചുലച്ചു. ഫോൺ അവിടെ നിന്ന്, അതിർത്തിയിൽ നിന്ന്. വിഷ്ണുവിൻ്റെ ഓഫീസർ. കള്ളം പറഞ്ഞും ഒളിച്ചും രക്ഷപ്പെടാനാവില്ലെന്ന് അയാൾക്ക് തോന്നി. ഇരുവരുടെയും പിടി വിട്ടുപോയി. നമ്മുടെ വിഷ്ണു, നമ്മുടെ മോൻ. പ്രഭാകരന് പൂർത്തിയാക്കാൻ ഒരുപാട് പണിപ്പെടേണ്ടതായി വന്നു. മറ്റന്നാൾ കൊണ്ടുവരുമെന്ന്. എൻ്റെ ദൈവമേ. ആദ്യം നെഞ്ചിലലച്ചതും അലമുറയിട്ടതും അത് കേട്ടുനിന്ന് ഇന്ദിരയാണ്. ഫോൺ ബെൽ കേട്ട് തന്നെയാണ് ഇന്ദിരയും എത്തിയത്. അരുന്ധതി പ്രജ്ഞയേറ്റ് നിലം പതിച്ചു. വിനു. അവൾ നെഞ്ചത്തടിച്ചില്ല, നിലവിളിച്ചതുമില്ല. നേരെ താഴേക്കിരുന്നു. ആ മിഴികൾ തുറിച്ചു തന്നെ നിന്നു. ചലനമറ്റ് ശ്വാസം നിലച്ചതുപോലെ ഒരേ നോട്ടം. വിനു മോളെ. ഇന്ദിര അവളെ തട്ടി ഉണർത്താൻ നോക്കി. അരുന്ധതിയുടെ മുഖത്ത് വെള്ളം കുടഞ്ഞ് ഉണർത്താൻ നോക്കി. രണ്ടും ഫലിച്ചില്ല. അയൽക്കാർ അപ്പോഴേക്കും ഓടിക്കൂടാൻ തുടങ്ങി. ശരത്തും ഹേമയും വിഷണ്ണരായി അവിടെ നിന്നു. വളരെ നേരം എന്നിട്ടേ അവർ പോയുള്ളൂ. നിമിഷം കൊണ്ട് നാടറിഞ്ഞു. നാട്ടുകാരെത്തി. ബന്ധുക്കളും സുഹൃത്തുക്കളും അറിഞ്ഞ പാടെ വന്നു. എല്ലാ കണ്ണുകളും, എല്ലാ കാതുകളും, എല്ലാ പാദങ്ങളും ശാന്തിയിലേക്ക്. എൻ്റെ പൊന്നുമോളെ, ഞാൻ എന്താടി ഈ കാണുന്നതും കേൾക്കുന്നതും ഒക്കെ? നീ ഇത്രയ്ക്ക് ഭാഗ്യദോഷിയായി പോയല്ലോ മോളെ. നെഞ്ചത്തടിച്ച് ലീലാവതി കരഞ്ഞു. മകളെ തഴുകിയും തലോടിയും നെഞ്ചോട് ചേർത്ത് പിടിച്ചു ആശ്വസിപ്പിക്കാൻ ശ്രമിച്ചു ലീലാവതി. വിനു പക്ഷെ പ്രതികരിച്ചില്ല. ഒരേ ഇരിപ്പ്, ഒരേ തുറിച്ചുനോട്ടം. കണ്ണുകളിൽ നനവ് പോലുമില്ല. അവളുടെ ഇമ വെട്ടാത്ത നോട്ടവും ചലനമറ്റ ഇരിപ്പും ലീലാവതിയെ വല്ലാത്ത പരിഭ്രാന്തിയിലാക്കി. അരുന്ധതിക്ക് ഇടയ്ക്ക് ബോധം വരും. എന്തെങ്കിലുമൊക്കെ പിറുപിറുത്തോ വിളിച്ചോ കൂവിക്കരഞ്ഞോ ഇത്തിരി നേരം. പിന്നെയും ബോധം നശിക്കുകയായി.
വെള്ളം പോലും ഇറക്കാൻ സമ്മതിക്കുന്നില്ല. 3-ാം ദിവസം ദേശീയ പതാകയിൽ പൊതിഞ്ഞ പെട്ടിയിൽ വിഷ്ണു എന്ന വിഷ്ണുരാജിന്റെ മൃതദേഹം ശാന്തിയുടെ മുറ്റത്തെത്തി. ജനങ്ങൾ വീടിനുള്ളിലും മുറ്റത്തും വഴിയിലുമായി തിങ്ങി നിറഞ്ഞു. ആയിരക്കണക്കിന്. പുലിയൂർക്കാവിന്റെ അഭിമാനം, പുലിയൂർക്കാവിന്റെ വീരപുത്രൻ, ജന്മനാടിനു വേണ്ടി ജീവതർപ്പണം ചെയ്ത രാജ്യസ്നേഹി. ആ രാജ്യസ്നേഹി നാടിന്റെ പൊന്നോമന പുത്രനായി. അവനെ ഒരു നോക്ക് കാണാൻ ജനങ്ങൾ കണ്ണീരോടെ കാത്തു നിൽക്കുകയായിരുന്നു. ദേശീയ പതാക കൊണ്ട് പൊതിയപ്പെട്ടിരുന്ന ആ പെട്ടിയുടെ മൂടി എടുത്തു മാറ്റി. ശരീരം കേടുവരാതിരിക്കാനായി എംബാം ചെയ്ത് കവറുകൾ അതിനകത്ത് ചെയ്തിരുന്നു. കഴുത്ത് വരെ പൊതിയപ്പെട്ടിരുന്നു. പ്ലാസ്റ്റിക് കവറിനുള്ളിലൂടെ മുഖം മാത്രം കാണാം, പാതി തുറന്ന മിഴികൾ. മെഡിക്കൽ പ്രാക്ടീസിംഗിൽ വിദഗ്ധനും അർപ്പണബോധമുള്ളവനുമായിരുന്നു വിഷ്ണു. മാത്രമല്ല, അവന്റെ സേവന തൽപരത പ്രശംസനീയവുമാണ്. വിഷ്ണു ജോയിൻ ചെയ്ത ACS ക്യാമ്പിലെ സ്ഥിതിഗതികൾ മെച്ചപ്പെട്ട് കഴിഞ്ഞപ്പോൾ ലഫ്റ്റനന്റ് കേണൽ ജയസിംഗ് അവനെ അടുത്ത ക്യാമ്പിലേക്ക് അയച്ചു. അല്പം കൂടി ഗുരുതരമായ അവസ്ഥയുള്ള ക്യാമ്പിലേക്ക്, കുറെ കൂടി യുദ്ധമുഖത്തേക്ക്. ട്രെക്കിൽ അങ്ങോട്ട് പോവുകയായിരുന്നു. വിഷ്ണു ഉൾപ്പെടെ 3 മെഡിക്കൽ ഓഫീസേഴ്സും 8 നേഴ്സുമാരും നേഴ്സിംഗ് അസിസ്റ്റന്റുമാരും ഒക്കെയുള്ള ഒരു സംഘം. ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് ആ ട്രെക്കിന് മേൽ ശത്രുക്കളുടെ ഷെൽ വീണ് ചിതറി അപകടം ഉണ്ടായത്. ട്രെക്കിലുണ്ടായിരുന്നവരിൽ ആരും രക്ഷപ്പെട്ടില്ല. വിഷ്ണു മാത്രമായിരുന്നു ട്രെക്കിലുണ്ടായിരുന്ന മലയാളി. മുഖമൊഴിച്ച് ബാക്കി ഭാഗങ്ങൾ ആർക്കും കണ്ടു നിൽക്കാൻ പറ്റിയ രൂപത്തിലല്ല. പെട്ടിക്കുള്ളിൽ കണ്ട മകന്റെ രൂപത്തിലേക്ക് കൈകളിട്ട് പരതി അരുന്ധതി ദീനം നിലവിളിച്ചു. മകനെ! അടഞ്ഞ നിലവിളിയായത് രൂപപ്പെട്ടു. എൻ്റെ പൊന്നുമോനെ! അതോടെ അരുന്ധതിക്ക് വീണ്ടും പ്രജ്ഞയേറ്റു. അവരെ അകത്തേക്ക് എടുത്തു മാറ്റുമ്പോൾ ലീലാവതിയും അനുവും കൂടി വിനുവിനെ താങ്ങി മുറ്റത്തേക്ക് നയിക്കുകയായിരുന്നു. വിനു പക്ഷേ ആ പെട്ടിയോ അതിനുള്ളിൽ എന്നേക്കുമായി കണ്ണടയ്ക്കപ്പെട്ട നിലയിലുള്ള പ്രിയപ്പെട്ടവൻ്റെ മുഖമോ കാണുകയുണ്ടായിരുന്നില്ല. ഒരേ നിൽപ്പ്, ഒരേ നോട്ടം. ആ ഭാവത്തെ എല്ലാവരും ഭയന്നു. അവളൊന്ന് കരയട്ടെ എന്ന് എല്ലാവരും ആഗ്രഹിച്ചു. ഈ 3 ദിവസമായിട്ടും അതുണ്ടായില്ല. വേദനയും കണ്ണീരും നെഞ്ചിൽ കെട്ടിക്കിടന്നാൽ നെഞ്ചു പൊട്ടും. കരയാനാവാത്ത വിധം വേദന ഉൾക്കൊള്ളാൻ കഴിയുന്നില്ലെങ്കിൽ അവൾ ഒരു പക്ഷേ ഒരു ഷോക്കിന്റെ വക്കത്താകും. രണ്ടും അപകടമാണ്. ആ അപകട ഭീതി എല്ലാവരിലും ഉണ്ടായി. പക്ഷേ അവൾ കരഞ്ഞില്ല. മരണാനന്തര കർമ്മങ്ങളെല്ലാം ചെയ്ത് സൈനിക അകമ്പടിയോടെ ആ മൃതശരീരം അടങ്ങിയ പെട്ടി ചിതയിൽ വെച്ചു. ആ ചിത ആളിപ്പടരുമ്പോൾ കണ്ണീർ ശാന്തിയെ അപ്പാടെ നനയിച്ചെടുക്കുകയായിരുന്നു. ആരൊക്കെയോ വന്നു വീരജവാന്റെ വിധവയെ കാണാൻ, അമ്മയെ കാണാൻ, അനുശോചനം അറിയിക്കാൻ. സാമൂഹിക സാംസ്കാരിക രംഗത്തെയും രാഷ്ട്രീയ രംഗത്തെയും ഔദ്യോഗിക രംഗത്തെയും തലപ്പത്തുള്ളവർ. അതൊന്നും അവരിരുവരും അറിഞ്ഞില്ല. ശവസംസ്കാരം കഴിഞ്ഞു. വിഷ്ണുവിന്റെ മൃതശരീരത്തോടൊപ്പം സഹപ്രവർത്തകനും മലയാളിയുമായ ഒരു ആർമി ഓഫീസർ എത്തിയിരുന്നു. അകമ്പടിക്കായി. പാലക്കാട്ടുകാരനാണ്, ക്യാപ്റ്റൻ നെൽസൺ ജോസ്. അദ്ദേഹം വിഷ്ണുവിന്റെ അമ്മയും വിധവയും കാണാൻ അകത്തു വന്നു. പക്ഷേ അരുന്ധതിയുടെയും വിനുവിനെയും കണ്ടതോടെ, അവരുടെ അപ്പോഴത്തെ ആ നില കണ്ണിൽപ്പെട്ടതോടെ, മരണം കണ്ടും വേദന കണ്ടും മരവിച്ചു പോയിരുന്നിട്ട് കൂടി ആ മിഴികൾ നനഞ്ഞുപോയി. അദ്ദേഹം പ്രഭാകരനോട് പറഞ്ഞു, ക്യാപ്റ്റൻ വിഷ്ണുരാജിന്റെ വകയായി ക്യാമ്പിലുണ്ടായിരുന്ന എല്ലാ ലഗേജുകളും കൊണ്ടുവന്നിട്ടുണ്ട്. ഈ സ്ഥിതിയിൽ അവരിരുവർക്കും ഏറ്റുവാങ്ങാനാവില്ലല്ലോ. എനിക്ക് മടങ്ങുകയും ചെയ്യണം. ഞാൻ അവൻ്റെ കൊച്ചച്ഛനാണ്, ഞാൻ ഏറ്റുവാങ്ങാം, പ്രഭാകരൻ പറഞ്ഞു. അയാൾക്ക് തൊണ്ടയിടറിപ്പോയി. ഓക്കെ, ക്യാപ്റ്റൻ സമ്മതിച്ചു. എല്ലാം പ്രഭാകരൻ ഏറ്റുവാങ്ങി. ആ ലഗേജുകളുടെ സമീപത്തിരുന്ന് കരയുന്ന പ്രഭാകരനെ കണ്ടപ്പോഴും ക്യാപ്റ്റൻ നെൽസൺ സങ്കടം കൊണ്ട് മുഖം തിരിച്ചു. ഉത്സാഹവാനായ ഊർജ്ജസ്വലനായ ക്യാപ്റ്റൻ വിഷ്ണുരാജ് എന്ന സഹപ്രവർത്തകൻ ഒരു നിമിഷം അയാളുടെ മിഴിക്ക് മുൻപിൽ വന്നു നിന്നിരിക്കാം, നന്ദി പറഞ്ഞിരിക്കാം. പ്രഭാകരന് വിഷ്ണു സ്വന്തം മകൻ തന്നെയായിരുന്നു. അനന്തുവിൻ്റെയും രാജുവിൻ്റെ ഒപ്പം തന്നെ വിഷ്ണുവും. വിഷ്ണുവിന് 1 വയസ്സുള്ളപ്പോഴാണ് അവൻ്റെ അച്ഛൻ്റെ മരണം. ചേട്ടൻ്റെ അകാല മൃത്യു പ്രഭാകരനെയും തളർത്തിയിരുന്നു. അനന്തുവിനേക്കാൾ 6 മാസം മൂപ്പയുള്ളൂ വിഷ്ണുവിന്. ഇരട്ട കുട്ടികളെ പോലെ ഇരുവരും ഒരുമിച്ച് അള്ളിപ്പിടിച്ച് കയറുമായിരുന്നു പ്രഭാകരൻ്റെ നെഞ്ചിലേക്ക്. എപ്പോഴും ജയിച്ചു കയറുക മൂത്തവനായ വിഷ്ണുവായിരുന്നു. കൊട്ടാരപ്പറമ്പ് തറവാട്ടിൽ തന്നെയാണ് ഇപ്പോഴും പ്രഭാകരൻ്റെ താമസം. അവിടെ 1 ഏക്കർ ഭൂമി ഇന്നും രാജശേഖരൻ്റെ വീതമായിട്ടുണ്ട്. മരിക്കുന്നതിന് മുമ്പ് തന്നെ തറവാട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് 1/2 ഏക്കർ വിളപ്പ് വാങ്ങി രാജശേഖരൻ വെച്ച വീടാണ് ശാന്തി. കഷ്ടിച്ച് 2 വർഷമേ അതിൽ താമസിക്കാൻ ഭാഗ്യമുണ്ടായിരുന്നുള്ളൂ. ഹാർട്ട് അറ്റാക്ക് ആയിരുന്നു. തറവാട്ടിലെ വീതത്തിലേക്ക് രാജശേഖരൻ്റെ മരണശേഷം അരുന്ധതി ശ്രദ്ധിച്ചിട്ടേയില്ല. വിഷ്ണു പ്രഭാകരൻ അവിടെ കൃഷി ചെയ്യും. അരുന്ധതി ആവശ്യപ്പെട്ടില്ലെങ്കിലും ആവശ്യമുള്ള വിളവുകൾ ശാന്തിയിൽ എത്തിക്കും. അരുന്ധതി അത് നിരസിക്കാറുമില്ല.
നല്ല തിരിച്ചറിവാകുന്നത് വരെ വിഷ്ണു പ്രഭാകരനെ സ്വന്തം അച്ഛനായി തന്നെ കരുതിയിരുന്നു. എന്നും അച്ഛൻ്റെ സ്ഥാനവും ബഹുമാനവും അവൻ പ്രഭാകരന് നൽകിയിരുന്നു. അയാളോട് പറയാതെ ഒന്നും ചെയ്യില്ല. ആർമിയിലായിരിക്കുമ്പോൾ മിക്കപ്പോഴും വിളിക്കും. ഇത്തവണയും അവൻ ശാന്തിയിലേക്ക് വിളിക്കുന്നതിനോടൊപ്പം തന്നെ കൊട്ടാരപ്പറമ്പിലേക്കും വിളിച്ചിരുന്നു. സ്വന്തം മകൻ നഷ്ടപ്പെട്ട സങ്കടം തന്നെയാണ് നിയന്ത്രണം വിട്ടതുപോലെ പ്രഭാകരനെ ആകെ തകർത്തിരിക്കുന്നത്. പിറ്റേന്നായിട്ടും വിനുവിലോ അരുന്ധതിയിലോ മാറ്റമൊന്നുമില്ല. വിനുവിന് ഒരു ചലനവുമില്ല, വെള്ളം പോലും ഇറക്കുന്നതുമില്ല. മകനെ, പൊന്നുമോനെ, ശ്വാസനിശ്വാസങ്ങൾ പോലെ ഒരു കുറുകൽ മാത്രം അരുന്ധതിയിൽ. ഒരേ കിടപ്പ്. പ്രഭാകരനും കൃഷ്ണനുണ്ണിയും കൂടി ഒരു ടാക്സി പിടിച്ചു. അരുന്ധതിയെയും വിനുവിനെയും വണ്ടിക്കുള്ളിലാക്കി. ശ്രീനിവാസനും എല്ലാറ്റിനും മുൻപിൽ നിന്നു. 3 കിലോമീറ്റർ അപ്പുറത്തുണ്ട് ഒരു ഹോസ്പിറ്റൽ. എല്ലാ ആധുനിക സൗകര്യങ്ങളുമുള്ള പ്രൈവറ്റ് ഹോസ്പിറ്റൽ. ഇരുവരെയും അവിടെ അഡ്മിറ്റ് ചെയ്തു. ഡോക്ടർ ജോർജ് തോമസും ഭാര്യ ഡോക്ടർ സൂസന്ന ജോർജുമാണ് പ്രധാന ഡോക്ടർമാർ. ഡോക്ടർ സൂസന്ന ജോർജിന് അരുന്ധതിയെയും വിനുവിനെയും നല്ലവണ്ണം അറിയാം. അവർ തമ്മിലുള്ള സ്നേഹവും അവരുടെ സെന്റിമെന്റ്സുകളും നിലവിൽ നടക്കുന്നത് എന്തെന്നും അറിയാം. ഇരുവരും എന്ത് അസുഖത്തിനും കാണുക ഡോക്ടർ സൂസന്നയായിരുന്നു. ശാന്തിയിലെ എല്ലാ വിശേഷങ്ങളും എല്ലാ പ്രത്യേകതകളും അറിയുന്ന ഏതാണ്ട് ഒരു കുടുംബ സുഹൃത്തിൻ്റെ തന്നെ സ്ഥാനമുള്ള ആൾ എന്ന നിലയ്ക്ക് ഇരുവരെയും പരിശോധിക്കുന്നതിനും ട്രീറ്റ്മെൻറ്റ് നിശ്ചയിക്കുന്നതിനും ഡോക്ടർ സൂസന്നയ്ക്ക് പെട്ടെന്ന് കഴിഞ്ഞിരുന്നു. ഇഞ്ചക്ഷനുകൾ, മരുന്നുകൾ, ട്രിപ്പുകൾ. അരുന്ധതിയുടെ കാര്യം സാരമില്ല. ആഹാരവും വെള്ളവും ഉള്ളിൽ ചെല്ലാത്തതിൻ്റെയാണ് ക്ഷീണം. സങ്കടം മനസ്സിനെ തളർത്തിയിട്ടുണ്ട്. കുറേയൊക്കെ മരുന്നുകൊണ്ടും കുറേയൊക്കെ സമാധാന വാക്കുകളിലൂടെയും അവരെ നോർമലാക്കാമെന്ന് ഡോക്ടർ സൂസന്നയ്ക്ക് ധൈര്യം തോന്നി. പക്ഷേ വിനുവിൻ്റെ കാര്യം അങ്ങനെയല്ല. ശക്തമായ ഷോക്കിൽ സ്ഥലകാല ബോധം പോലും അവൾക്ക് നഷ്ടമായിരിക്കുന്നു. എന്താണ് മുൻപിൽ നടക്കുന്നതെന്നോ താൻ എവിടെയാണെന്നോ അവൾ അറിയുന്നില്ല. അവിടെയാണ് പ്രശ്നം. ഡോക്ടർ ജോർജ് തോമസ് നല്ലൊരു സൈക്കാട്രിസ്റ്റ് കൂടിയാണ്. വിനുവിൻ്റെ കാര്യം ഭർത്താവുമായി ഡോക്ടർ സൂസന്ന ചർച്ച ചെയ്തു. അവൾക്കുള്ള ട്രീറ്റ്മെൻറ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ സഹായവും തേടി. ആശയുടെ നേരിയ കിരണങ്ങൾ 2-3 ദിവസങ്ങൾ കൊണ്ട് അവളിലുണ്ടായി. ഡോക്ടർ ജോർജ് തോമസ് ശ്രദ്ധയോടെ അവളിലെ മാറ്റങ്ങൾ വീക്ഷിച്ചു. ഇമകൾ മെല്ലെ ചലിക്കുന്നു. കൃഷ്ണമണിക്കും അനക്കം വെച്ചു. ഇനി ഭയപ്പെടാനില്ല. 3-4 ദിവസം കൊണ്ട് നല്ല വ്യത്യാസം ഉണ്ടാകും, ഡോക്ടർ ഉറപ്പു കൊടുത്തു. ലീലാവതിയും ശ്രീനിവാസനും ദീർഘമായി നിശ്വസിച്ചു. 2 ദിവസം കഴിഞ്ഞതോടെ അരുന്ധതി കണ്ണുകൾ തുറക്കാനും എഴുന്നേറ്റിരിക്കാനും തുടങ്ങി. നിർബന്ധിച്ചാൽ എന്തെങ്കിലും കഴിക്കാനും അവർ തയ്യാറായി. മകനെ എന്നുള്ള ആ നിമന്ത്രണം നിലച്ചു. പകരം ആരെ കണ്ടാലും വാവിട്ട് കരയും. ചോദിക്കും, എൻ്റെ മോൻ എന്നെ കൂട്ടാണ്ട് ഒറ്റയ്ക്ക് പോയി, ഇനി ഞാൻ എന്തിനാ ജീവിക്കുന്നേ? മുൻപിലെത്തിയപ്പെട്ടവർ എന്താണ് മറുപടി പറയുക? അവരും ഒപ്പം കണ്ണീർ വാർക്കും. പിറ്റേ ദിവസം അരുന്ധതിയെ ഡിസ്ചാർജ് ചെയ്തു. ശാന്തിയിലെത്തിയ അരുന്ധതിയുടെ മിഴികൾ ആദ്യം തേടിയത് വിനുവിനെയാണ്. അവൾ ഹോസ്പിറ്റലിലാണ് അരുന്ധതി, കൃഷ്ണനുണ്ണി പറഞ്ഞു. നിന്റെ ഒപ്പം അപ്പുറത്തെ മുറിയിലുണ്ടായിരുന്നു. എന്തു പറ്റി എൻ്റെ മോൾക്ക്? അരുന്ധതി തളർച്ചയോടെ ഇരുന്നു പോയി. ഒന്നുമില്ല, നിനക്കുണ്ടായ ക്ഷീണവും വിഷമവും പോലെ തന്നെ. 2 ദിവസം കൂടി കഴിഞ്ഞിട്ടേ അവളെ ഡിസ്ചാർജ് ചെയ്യൂ, കൃഷ്ണനുണ്ണി വിശദീകരിച്ചു. എൻ്റെ പാവം കുട്ടി, അവൾ ഇതെങ്ങനെ സഹിക്കും? ഞങ്ങൾ ഒരുമിച്ച് പോകാനിരുന്നതല്ലേ അവൻ്റെ കൂടെ. അരുന്ധതി താൻ ചാരിയിരുന്ന തൂണിന്മേൽ തലയിടിച്ചു. കൃഷ്ണനുണ്ണിയും പ്രഭാകരനും കൂടി അവരെ ബലമായി പിടിച്ച് എഴുന്നേൽപ്പിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. 2 ദിവസം കഴിഞ്ഞതോടെ വിനു മെല്ലെ ബോധം വീണ്ടെടുക്കാൻ തുടങ്ങി. അവളുടെ കണ്ണുകൾ നനയാനും കവിഞ്ഞൊഴുകാനും തുടങ്ങി. ലീലാവതി അടുത്തിരുന്ന് കരയുകയും നിർബന്ധിക്കുകയും ചെയ്യുമ്പോൾ ഇത്തിരി വെള്ളം ഇറക്കും. എന്നാൽ പൊട്ടി തുറന്ന് കരഞ്ഞില്ല. അസഹ്യതയാർന്ന നൊമ്പരം ആ മിഴികളിൽ സദാ തിങ്ങി നിന്നു. കീറിപ്പൊളിയുന്ന നൊമ്പരം മുഖത്തും. പകച്ച ഭാവവും ലക്ഷ്യമറ്റ നോട്ടവും ഇല്ലാതായതോടെ ഡോക്ടർ ജോർജ് തോമസും ആശ്വസിച്ചു. അദ്ദേഹം ലീലാവതിയെ വിളിച്ചു മാറ്റി നിർത്തി പറഞ്ഞു, വിനുവിന് മേൽ നല്ല ശ്രദ്ധ വേണം എപ്പോഴും. കുറച്ച് ദിവസത്തേക്കെങ്കിലും നിങ്ങളൊപ്പം ഉണ്ടാകണം. ഉവ്വ് ഡോക്ടർ. ലീലാവതി അതും ഏറ്റു. എന്നിട്ട് പറഞ്ഞു, ഈ അന്തരീക്ഷത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നതല്ലേ ഡോക്ടർ നല്ലത്? ലീലാവതി തുടർന്നു, അവളെ ഞങ്ങൾ ഇവിടെ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് കൊണ്ടുപോയാലോ? അതൊരു നല്ല കാര്യമാണ്. മരണം നടന്ന വീട്ടിലെ അന്തരീക്ഷവും സംസാരവും ആ കുട്ടിക്ക് ദോഷമേ ചെയ്യൂ, ഡോക്ടർ പറഞ്ഞു. ലീലാവതിക്ക് സന്തോഷമായി. പിറ്റേ ദിവസം വിനുവിനെ ഡിസ്ചാർജ് ചെയ്തു. ടാക്സിയിൽ ശ്രീനിവാസനും ലീലാവതിയും അവളെ ഇരുത്തി. കാർ പുലിയൂർ വഞ്ചി കവലയിലുള്ള വഴി വിട്ട് മുന്നോട്ട് നീങ്ങിയപ്പോൾ വിനു ശബ്ദിച്ചു, അച്ഛാ, വഴി തെറ്റി, കാർ തിരിക്കാൻ പറയൂ. വഴി തെറ്റിയതല്ല മോളെ, നമ്മൾ പോകുന്നത് നമ്മുടെ വീട്ടിലേക്കാണ്. ലീലാവതി വാത്സല്യത്തോടെ അവളെ ചേർത്ത് പിടിച്ചു.
നമ്മുടെ വീടോ? വിനു അമ്മയെ പകച്ചു നോക്കി. എനിക്ക് ശാന്തിയിലേക്ക് പോകണം. കുറച്ച് ദിവസം കഴിയട്ടെ മോളെ. അച്ഛൻ മോളെ അവിടെ കൊണ്ടുവന്നാക്കാം. എനിക്ക് ശാന്തിയിലേക്ക് പോയാൽ മതി, വിനു ആവർത്തിച്ചു. അവളുടെ മുഖത്തെ ശാന്തത മാറാൻ തുടങ്ങി എന്ന് കണ്ടതും കാർ തിരിക്കാൻ ശ്രീനിവാസൻ നിർദ്ദേശം നൽകി. ശാന്തി പൊട്ടിത്തകരുന്ന ഭാവത്തിൽ നിൽക്കുന്ന അരുന്ധതിയുടെ കരങ്ങളിലേക്ക് അതേ ഭാവത്തിൽ വീഴുകയായിരുന്നു വിനു. എൻ്റെ പൊന്നുമോളെ, പൊന്നുമോളെ. അവളെ ഇറുകെ പുണർന്നു. തലോടി മുറിയിൽ തൻ്റെ ബെഡിൽ തൻ്റെ അരികിൽ അവളെ അരുന്ധതി ഇരുത്തി. കണ്ണീർ ധാരയായി ഒഴുക്കുന്ന വിനു അരുന്ധതിയെ പകച്ചു നോക്കി. മോളെ, നീ അമ്മ ഇങ്ങനെ നോക്കാതെടി. അവളുടെ മുഖം തൻ്റെ നെഞ്ചിലേക്ക് പൂഴ്ത്തി. അരുന്ധതിയോടൊപ്പം തന്നെയായിരുന്നു വിനു അന്നുറങ്ങിയതും. പിറ്റേന്ന് പുലർച്ചെ വിനുവാണ് ആദ്യം ഉണർന്നെണീറ്റത്. അരുന്ധതി ഉണർന്ന് റൂമിന് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ അകത്തേക്ക് വരുന്നു വിനു. അവൾക്ക് പിന്നിൽ അന്താളിപ്പോടെ മറ്റുള്ളവർ. സ്തബ്ധയായി നിന്നുപോയി അരുന്ധതി. വീട്ടിൽ വിനു ഹൗസ് കോട്ടോ ചുരിദാറോ ആണ് ധരിക്കാറ്, അതും കടും നിറങ്ങളുള്ളവ. ഇതാ പകരം ഒരു സാരി ധരിച്ചിരിക്കുന്നു, നിറം കുറഞ്ഞത്. നെറ്റിയിൽ സിന്ദൂര തിലകത്തിന് പകരം ഭസ്മക്കുറി. മരുമകൾ ഇതാ തനിക്ക് മുൻപിൽ വിധവാവേഷത്തിൽ. ആരോ ഒരു കൊടുവാൾ കൊണ്ട് നെറുകയിൽ ആഞ്ഞു വെട്ടി പിളർക്കുന്ന വേദന. മുറിയിലേക്ക് വന്ന വിനു അരുന്ധതിക്ക് മുൻപിൽ നിന്നു. അവൾ കാതിലും കൈത്തണ്ടമേലും കിടന്നിരുന്ന ആഭരണങ്ങൾ ഊരിയെടുത്തു. കഴുത്തിൽ കിടന്നിരുന്ന താലി ചെയിനും ഒടുവിൽ ഊരി. അതുൾപ്പെടെ അരുന്ധതിയുടെ നേരെ നീട്ടി. പെരുവിരൽ മുതൽ വേദനയുടെ ആളൽ അരുന്ധതിക്ക് നിലതെറ്റി. നീട്ടിപ്പിടിച്ച വിനുവിൻ്റെ കൈത്തട്ടയ്ക്ക് ഒറ്റ തട്ട്. അവളുടെ കയ്യിലിരുന്ന ആഭരണങ്ങൾ തെറിച്ച് മുറിയിൽ ചിതറി. അടുത്ത നിമിഷം അവൾ ധരിച്ചിരുന്ന സാരി വലിച്ചഴച്ച് പിച്ചി കീറിയെറിഞ്ഞു. അമ്മേ, വിനു ആന്തലോടെ വിളിച്ചു. മറുപടി അവളുടെ കവളത്തായിരുന്നു. അരുന്ധതിയുടെ കരം ശക്തിയായി ഉയർന്നു താഴ്ന്നു. ഒന്നല്ല, രണ്ടല്ല, 3 തവണ. വീണ്ടും അരുന്ധതി കൈ ഓങ്ങി. ലീലാവതി പാഞ്ഞു ചെന്ന് ആ കൈ തട്ടി മാറ്റി. എന്നിട്ടവർ വിനുവിനെ ചേർത്ത് പിടിച്ചുകൊണ്ട് അരുന്ധതിക്ക് നേരെ ചീറി. എൻ്റെ കുഞ്ഞിനെ നിങ്ങൾ കൊല്ലാൻ പോവാണോ? അരുന്ധതി ഞെട്ടി നിന്നു. മകന്റെ ചിതയിൽ എൻ്റെ മോളെ കൂടി വെക്കാനാണോ പ്ലാൻ? അടികൊണ്ടതുപോലെ അരുന്ധതി നോക്കി. അപ്പോൾ ഇത്രയും നാൾ നിങ്ങൾ ഇവളെ പുന്നരിച്ചത് മകന് വേണ്ടിയായിരുന്നു അല്ലേ? അഭിനയം. മകന്റെ ചിതയിലെ തീ അണഞ്ഞില്ല, അപ്പോഴേക്കും എൻ്റെ കുഞ്ഞിനെ തല്ലിക്കൊല്ലാൻ നോക്കുന്നോ? ഇത്രയ്ക്ക് തല്ലി ചതയ്ക്കാൻ മാത്രം എന്ത് തെറ്റാണ് അവൾ നിങ്ങളോട് ചെയ്തത്? ലീലാവതിക്ക് സങ്കടവും ദേഷ്യവും കൊണ്ട് വിറയലായി. കൊണ്ടുപോയതാ ഞങ്ങൾ അതുവഴി. പക്ഷേങ്കിൽ അവൾ സമ്മതിച്ചില്ല. ഇങ്ങോട്ട് വരണമെന്ന് ശാഠ്യം പിടിച്ചു. അതാണ് ഇങ്ങോട്ട് ഞങ്ങൾ വന്നത്. ലീലാവതിക്ക് മുൻപിലേക്ക് ശ്രീനിവാസന് നീങ്ങി നിന്നു. പക്ഷേ ഇനി ഒരു നിമിഷം എൻ്റെ മോൾ ഇവിടെ നിൽക്കണ്ട, ഞാൻ കൊണ്ടുപോകും. അവൾ ഇപ്പോഴും എൻ്റെ കുഞ്ഞാണ്. അവരിത്രയ്ക്ക് ദുഷ്ടയാണെന്ന് ഞാനും ഓർത്തില്ല. നല്ല ശ്രദ്ധയോടെ മോളെ ശുശ്രൂഷിക്കണം. പ്രകോപനപരമായി ഒന്നും പാടില്ല. ഒരു സ്ഫടിക കോളം കയ്യിലെടുക്കുന്നത്ര ശ്രദ്ധ എപ്പോഴും വേണം എന്നൊക്കെയാണ് ആ ഡോക്ടർ പറഞ്ഞത്. ലീലാവതി വീണ്ടും പറഞ്ഞു. അല്ലെങ്കിൽ അപകടമാണ്. അതൊക്കെ ഞാൻ ഇവരോട് പറഞ്ഞു മനസ്സിലാക്കിയതാണ് ഇന്നലെ. എന്നിട്ട് അവരെൻ്റെ കുഞ്ഞിനോട്. നിർത്ത്. അസഹ്യതയിൽ എന്നതുപോലുള്ള ആ ശബ്ദം വിനുവിൻ്റെതായിരുന്നു. എല്ലാവരും അവളെ ശ്രദ്ധിച്ചു. ആ കവിൾത്തടം രണ്ടും ചുവന്ന് തിണർത്തിരുന്നു. ആ കണ്ണുകൾ രണ്ടും നിറഞ്ഞു തുളുമ്പി വരുന്നു. അവളെ ആ തരത്തിൽ അരുന്ധതി തല്ലിയത് ആർക്കും ഇഷ്ടപ്പെട്ടില്ല. അവൾക്ക് പിന്നെ ലീലാവതിയും ശ്രീനിവാസനും മാത്രമായിരുന്നില്ല. കൃഷ്ണനുണ്ണിയും ഭാനുമതിയും ഉണ്ടായിരുന്നു. പ്രഭാകരനും രാജേശ്വരിയും അനന്തും ഉണ്ടായിരുന്നു. അന്താളിപ്പോടെ അവരൊക്കെ എന്ത് ചെയ്യണം, എന്തു പറയണമെന്നറിയാതെ അരുന്ധതിയെ നോക്കുകയാണ്. അപ്പോഴാണ് വിനുവിൻ്റെ ആ സ്വരം മുഴങ്ങിയത്. നിർത്താൻ. ലീലാവതിയും ശ്രീനിവാസനും അമ്പരന്ന് അവളെ നോക്കി. വിനു അരുന്ധതിയെ നോക്കി. ആ നിറമിഴികൾ തുളുമ്പി നിന്നു. അവളുടെ അടുത്തേക്ക് അരുന്ധതി മെല്ലെ നീങ്ങി. ആ മുഖത്തേക്ക് നോക്കി തെല്ലു നേരെ നിന്നു. അരുന്ധതിയുടെ മിഴികളും തുളുമ്പി. തീരെ പതിഞ്ഞായിരുന്നു ആ ചോദ്യം. നിനക്ക് തോന്നിയോ മോളെ ഞാൻ ദുഷ്ടയാണെന്ന്? എൻ്റെ മോൻ്റെ ചിതയിൽ നിന്നെ കൂടി വെക്കാൻ ഞാൻ ആഗ്രഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ മോളെ? വിനുവിൻ്റെ നിറമിഴികളിൽ പോലും ഒരു വിറയൽ. ആ മൂക്കൊന്ന് വീർത്തു ചുളിഞ്ഞു. അസഹ്യമായ നൊമ്പരത്തിൻ്റെ ബഹിർസ്ഫുണം. അരുന്ധതി തൻ്റെ തളർന്ന കൈകൾ അവളുടെ ഇരു തോളിലും അമർത്തി വെച്ചു. ഈ വിധവാവേശം എന്തിനായിരുന്നു വിനു? എന്നെ കാണിക്കാനോ? അരുന്ധതി പൊട്ടി പിളരുകയാണ്. ഇത്ര പെട്ടെന്ന് നിന്റെ നെഞ്ചിനുള്ളിൽ പോലും എൻ്റെ മോൻ മരിച്ചു വീണോ മോളെ? വന്യമായൊരു നടുക്കം വിനുവിൽ. ശക്തമായ ശ്വാസം തള്ളൽ. തെരുതിരെ മൂക്ക് വീർത്ത് ചുളിഞ്ഞു. അതരങ്ങൾ വിറച്ചു. ഒരു വിതുമ്പൽ. പെട്ടെന്നൊരു പൊട്ടൽ. അരുന്ധതി അവളെ തൻ്റെ നെഞ്ചോട് ചേർത്തു.
ഒരു കൊച്ചു കുഞ്ഞിനെ എന്നോണം തഴുകി. അവൾക്കൊപ്പം വിതുമ്പി പൊട്ടുകയായിരുന്നു അവർ. വിനുവിൻ്റെ മുഖം പിടിച്ച് ആ മിഴികളിലേക്ക് തറച്ചു നോക്കിക്കൊണ്ട് അവർ മന്ത്രിച്ചു. നിനക്ക് കരയണ്ടേ മോളെ? കരയൂ മോളെ, കരഞ്ഞോളൂ. അരുന്ധതി മന്ത്രിച്ചു. ഉരുൾപൊട്ടൽ, മലവെള്ളം പോലെ കണ്ണീർ കുതിച്ചു ചാടി. വിതുമ്പൽ ഉറക്കെയുള്ള കരച്ചിലായി. അലറിക്കരച്ചിൽ. കരയൂ, മതിയാവോളം, എൻ്റെ കുട്ടി മതിയാവോളം കരഞ്ഞോളൂ. അരുന്ധതി വീണ്ടും മന്ത്രിച്ചു. ഒപ്പം താനടിച്ച കവളത്തും മുടിയിലും ദേഹത്തുമൊക്കെ അവർ തലോടി. അമ്മേ, വിഷ്ണു, നമ്മുടെ വിഷ്ണു എവിടമ്മേ? എൻ്റെ വിഷ്ണു നമ്മളെ കൊണ്ടുപോകാൻ വരുമെന്ന് പറഞ്ഞിട്ട് നമ്മളെ വിളിക്കാതെ ഒറ്റയ്ക്ക് പോയില്ലേ അമ്മേ? വിനു ഉറക്കെ കരഞ്ഞു. അരുന്ധതി അവൾക്കൊപ്പം കരഞ്ഞു. എൻ്റെ പൊന്നുമോളെ അവർ വിളിച്ചു. കരഞ്ഞുകൊണ്ട് തന്നെ അവളെ അവർ മെല്ലെ നടത്തി. അപ്പോഴും അവളുടെ വേഷം അടിപ്പാവാടയും ബ്ലൗസും മാത്രമായിരുന്നു. അതേക്കുറിച്ച് അവൾ ബോധവതിയല്ലായിരുന്നു അപ്പോൾ. അരുന്ധതി തന്നെ അവളെ അവളുടെ മുറിയിലെത്തിച്ചു. അവളും വിഷ്ണുവും കൂടി സ്വർഗം ചമച്ചിരുന്ന സാമ്രാജ്യത്തിലേക്ക്. അരുന്ധതി അവളെ ബെഡിലേക്ക് മെല്ലെ കിടത്തി. വിഷ്ണു, എൻ്റെ പൊന്നെ. വിനു ആ കിടക്കയിൽ മുഖമമർത്തി. കണ്ണീര് കൊണ്ടവൾ ആ കിടക്ക നനയ്ക്കുമ്പോൾ സാന്ത്വനം പോലെ അവളുടെ ചുമലിൽ മെല്ലെ മെല്ലെ തടവിക്കൊണ്ട് അവൾ കരികിലിരുന്ന് കണ്ണീരൊഴുക്കുകയും കരച്ചിൽ പുറത്തേക്ക് വരാതിരിക്കാൻ ചുണ്ട് കൂട്ടിക്കടിക്കുകയുമായിരുന്നു അരുന്ധതി. കണ്ടു നിൽക്കുന്നവരുടെയൊക്കെ ചങ്കു നുറുക്കുന്ന കാഴ്ച. സഹനം എന്ന നോവലിൻ്റെ ഈ ഭാഗം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഈ നോവൽ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണേ.